ജീവൻ്റെ സങ്കീർണത, നിലനിൽക്കാനുള്ള തത്രപ്പാട്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ, ഗുണപരത മെച്ചപ്പെടുത്താനുള്ള ഒരു ഇതിൽ അതിൻ്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഇപ്പോൾ സാധാരണ എവല്യൂഷനായി ബന്ധപ്പെട്ട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ കുരങ്ങൻ എങ്ങനെ മനുഷ്യനായി, എന്തുകൊണ്ട് കുരങ്ങ് കൂടിയുണ്ട്? വളരെ പലതരത്തിലും മറുപടി പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് ഒന്ന് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അതൊന്ന് മൈത്രേയ ഒന്ന് വിശദീകരിച്ചാൽ കുറച്ച് നന്നാവുന്നു. ഇത് ഈ ഡാർവിൻ സഹിതം വിഷമിച്ച ഒരു പ്രശ്നമാണ്. നമ്മൾ വളരെ സ്പെഷ്യലാണെന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ്. അവരുടെ ഇടയിൽ വേണം നമുക്ക് ഈ എവല്യൂഷൻ, ഈ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയേണ്ടത്. അപ്പം ഈ പരിണമിച്ച് മനുഷ്യനായി എന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെയാണ് അത്. അപ്പം മനുഷ്യനാണ് ഇവിടെ ഉള്ളത്, ബാക്കിയൊക്കെ മൃഗങ്ങളാണ്. ഇങ്ങനെ കാര്യങ്ങൾ വിചാരിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ വേണം ഈ വിഷയം പറയാൻ. അപ്പോൾ എവല്യൂഷൻ പറയാനായിട്ട് ശ്രമിക്കുന്നവർ തന്നെ നമ്മൾ ഈ കുരങ്ങിൽ നിന്ന് പരിണമിച്ചു മനുഷ്യരായി എന്ന് പറയാൻ ബാധ്യത വന്നുപോയി. അതായത് പരിണാമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യനായി തീരുക എന്നുള്ളത്. അത് ഞാൻ മനുഷ്യൻ സ്പെഷ്യലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും അങ്ങനെയാണത് നമ്മൾ പണ്ടേ മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലുണ്ടാക്കി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളിങ്ങനെ സ്പെഷ്യലായ, കാരണം ഇത്രയധികം സാധനങ്ങൾ കണ്ടുപിടിക്കുകയും ഈ ചുറ്റുപാടിനെ ഇതുപോലൊക്കെ മാറ്റിയത് കൊണ്ട് മറ്റ് മൃഗങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല. അപ്പം ഇനിയും ബന്ധമുണ്ടെന്നുള്ളതാണല്ലോ പരിണാമം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന കാരണം കൊണ്ട് എങ്ങനെയാണ് തൊട്ട് മുമ്പുണ്ടായിരുന്ന കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടായത്, അങ്ങനെ പരിണമിച്ച് നമ്മളിങ്ങനെ ആയി എന്നാണ് സത്യത്തിൽ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലാണെന്ന് പറയേണ്ടതുണ്ട് അവർക്ക്. കുരങ്ങിനെ പോലെ അല്ല നമ്മൾ, കുരങ്ങിനെ പോലെ അല്ല നമ്മൾ. എന്നാൽ കുരങ്ങിൽ നിന്നാണ് പരിണമിച്ചത്. പരിണാമം പഠിക്കുന്ന സമയത്ത് ആ ജീവികളിനകത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നതെന്ന് എല്ലാവർക്കും കാണാം. അപ്പോൾ അത് ഒരു മനുഷ്യരുടെ ഒരു ഇതെങ്ങനെ നമ്മൾ അവതരിപ്പിക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ പറയണം, വീട്ടിൽ പോയി സത്യം പറയണമെന്ന് ആലോചിക്കുമ്പോൾ പക്ഷേ ഇത് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ആലോചിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് എപ്പോഴും വരുമല്ലോ. വീട്ടിൽ നിന്ന് പുറത്താവാതെ അത് അവതരിപ്പിക്കണം എന്ന് പറയുന്നത് പോലെ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരു ഡിസ്കഷനകത്ത് മനുഷ്യനും മൃഗവും എന്ന് ചിന്തിച്ചിരുന്ന അവരുടെ ഇടയിൽ നമ്മൾ മൃഗങ്ങളാണെന്ന് പറയാൻ അങ്ങോട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ തുടക്കത്തിൽ തന്നെ പരിണാമം പറയാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നവർക്ക് അവർ കൺഫ്രണ്ട് ചെയ്തൊരു പ്രശ്നമാണ്. അങ്ങനെയാണ് അതങ്ങനെ വന്നത്. ശരിക്കും സിമിയൻ എന്നാണ് ഒരു കാറ്റഗറി ഉള്ളത്. എന്ന് പറഞ്ഞാൽ കുരങ്ങ് വർഗം എന്നാണ്. കുരങ്ങ് വർഗത്തിൽ ഒരു കുരങ്ങ് മാത്രമാണ് നമ്മൾ. ഒരു കുരങ്ങ് മാത്രമാണ് നമ്മൾ. അപ്പോൾ കുരങ്ങിൽ നിന്ന് പരിണമിക്കുകയല്ല, കുരങ്ങ് വർഗത്തിലെ ഒരു കുരങ്ങാണ് നമ്മൾ. കുരങ്ങ് വർഗത്തിൽ എത്രയോ കുരങ്ങുകളുണ്ട്, പലതരം കുരങ്ങുകൾ രൂപപ്പെട്ടതിൽ ഒരു കുരങ്ങാണ് നമ്മളെന്ന് നമുക്ക് സമ്മതിക്കാൻ ആദ്യം തൊട്ട് വിഷമമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുലീനതയിലും നമ്മൾ ഭയങ്കര സ്പെഷ്യലാണെന്ന് വിചാരിക്കുന്നവരുടെ ഇടയിലുള്ള ആദ്യത്തെ പ്രശ്നമാണ് ഇതെങ്ങനെ പറയും. അപ്പം ഈ കുരങ്ങ് വർഗത്തിന് ശരിക്കും പറഞ്ഞാൽ ഹോമോസാപ്പിയൻ എന്ന് വിശേഷമായി വെക്കാനേ പറ്റത്തില്ല. മൊത്തം കുരങ്ങ് വർഗത്തിൽ കരണ്ട് ഒരു ശാസ്ത്രീയമായി ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ കുരങ്ങിൽപ്പെട്ട ഒരു വിഭാഗം മാത്രമാണ് നമ്മൾ. അത് അങ്ങനെ അങ്ങോട്ട് പറയാൻ വിഷമമായിട്ട് ഈ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്നങ്ങ് പഠിപ്പിക്കാമെങ്കിൽ എളുപ്പമാകുമെന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കും കാറ്റഗറി വയ്ക്കുകയാണെങ്കിൽ, ശാസ്ത്രീയമായ കാറ്റഗറി വയ്ക്കുകയാണെങ്കിൽ വാലുള്ള കുരങ്ങ്, വാലില്ലാത്ത കുരങ്ങെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ വാലില്ലാത്ത കുരങ്ങന്മാരിലെ ഒരു വിഭാഗമാണ് നമ്മൾ എന്ന് പഠിപ്പിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അത് കാരണം കൊണ്ട് കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായോ എന്ന് ചോദിച്ചാൽ അതിനും കുരങ്ങ് അല്ലാതാകാൻ നമുക്ക് പറ്റത്തില്ല. കുരങ്ങ് തന്നെയാണ്, നമ്മൾ കുരങ്ങ് തന്നെയാണ്, നമ്മളൊരു ജീവിയാണ്. ആ കുരങ്ങിനകത്തെ ഒരു വിഭാഗമാണ് നമ്മൾ. അപ്പം
അത് ഇങ്ങനെ പറയുക, ഇത് തന്നെ പറയുമ്പം എപ്പോഴും ആൾക്കാർക്ക് പ്രശ്നമാകും. അപ്പോൾ കോമൺ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പറയുന്നത്. കോമൺ ആൻസിസ്റ്റർ, ആ കോമൺ ആൻസിസ്റ്ററിനകത്ത് തന്നെയുള്ള ഈ വിഭാഗങ്ങളെ മുഴുവൻ എടുത്ത് ഒരു കാറ്റഗറി ആക്കിയാൽ അതിനകത്ത് ഹോമോസാപ്പിയൻ എന്ന് പ്രത്യേകം വെക്കേണ്ട കാര്യമില്ല. കാര്യമുണ്ട്, എത്രയോ വേരിയേഷനുള്ള ഹോമോസാപ്പിയൻസ് ഒക്കെ ഉണ്ട്. അതിനെല്ലാം നമ്മളിതുപോലെ ചെയ്യേണ്ട. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാറ്റഗറി പറഞ്ഞാൽ വാലില്ലാത്ത കുരങ്ങന്മാരിലെ ഒരെണ്ണമാണിത്. എത്രയോ ഉള്ളതിനകത്ത്. ഇപ്പോൾ ചിമ്പാൻസി എന്നും കൊറില്ല എന്നും നമ്മൾ പറയുക, അല്ലെങ്കിൽ ബൊണോബോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ ഇത് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ അത് പറയാൻ ഇന്നും നമുക്ക് കഴിയാതിരിക്കുന്നത് നമ്മൾ ഈ അതിൽ പെടുന്നതല്ല, നമുക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. മനുഷ്യരൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ ആഫ്രിക്കക്കാരുടെ കൂട്ടല്ല നമ്മൾ എന്ന് പറയണമെന്ന് തോന്നത്തില്ലേ? ചൈനക്കാരുടെ കൂട്ടല്ല നമ്മളെന്ന് പറയത്തില്ല. മനുഷ്യരൊക്കെ തന്നെയാണ്, അവർ മനുഷ്യരൊക്കെ തന്നെയാണ്. എന്നാലും പക്ഷെ നമ്മൾ വേറെയാണ്. നമ്മൾ വേറെയാണ്, സ്പെഷ്യലാണെന്ന് പറയാനുള്ള കൊതിയുള്ള ഒരു മനുഷ്യ കൂട്ടത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഈ കുരങ്ങിന്ന് പരിണമിച്ചതാണോ ഒക്കെയുള്ള വിഷമം ഉണ്ടാക്കുന്ന സ്ഥലം. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ സ്ഥലം. ശരിക്കും കാറ്റഗറി, ശാസ്ത്രീയമായ കാറ്റഗറി ചെയ്യുവാണെങ്കിൽ വാലില്ലാത്ത കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം മാത്രമാണ്. അല്ലാതെ നമ്മൾ ഈ ഹോമോസാപ്പിയൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമയൊക്കെ പറയുമ്പോഴും അത്ര നല്ല ശാസ്ത്രമല്ലത്. അത്ര അതിനകത്ത് ഈ പ്രശ്നമുണ്ട്. ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അത് നമ്മൾ സ്പെഷ്യലാണ്, നമ്മളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയത്. നമുക്ക് താട്ടുകേടുണ്ടാകുന്ന കാര്യം നാട്ടിൽ പോയി പറയണ്ടെന്ന് തീരുമാനിക്കുന്ന സ്ഥലമാണ്. ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലും ഇത് തന്നെയാണ് പ്രശ്നം. ശാസ്ത്രജ്ഞന്മാരെല്ലാം വീട്ടിൽ വളർന്നതല്ലേ, അവർക്ക് ഈ അമ്മയച്ഛനും ഒക്കെ വളർത്തിയതല്ലേ, നല്ല കുടുംബത്തിൽ പറഞ്ഞവരാണെന്ന് അവർക്ക് വിചാരമില്ലേ? ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്. അപ്പോൾ അവർ പോയി വീട്ടിൽ പോയി ഇതൊക്കെ പറയണ്ടേ? ആ പറയുന്ന വരുന്നവരുടെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ കുരങ്ങ് വർഗത്തിലെ ഒരു വിഭാഗമാണ് നമ്മളെന്ന് മനസ്സിലാക്കാമെങ്കിൽ ആ നമ്മളെന്ന് പറയുന്നതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ചിമ്പാൻസി എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസമുള്ളതൊന്നാണ് ബൊണോബോ എന്ന് വിളിക്കുന്നത്. അതും ചിമ്പാൻസി തന്നെയാണ്. പക്ഷേ അവർക്ക് തമ്മിൽ സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള വ്യത്യാസങ്ങൾ, വേരിയേഷനെ പറ്റി സത്യത്തിൽ പറഞ്ഞാൽ മതി. ഇത് ഈ പറയുന്ന കൺഫ്യൂഷൻ വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബൊണോബോ അല്ലെങ്കിൽ ചിമ്പാൻസി അല്ലെങ്കിൽ ഒറാങ്ങുട്ടാൻ ഇതൊക്കെ ആൾക്കുരങ്ങ് വർഗ്ഗങ്ങളാണെന്ന് പൊതുവെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളെ ആ കൂട്ടത്തിൽ പെടുന്നത്. അതുകൊണ്ടുണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനും മൃഗവും എന്ന് പറയുന്നത് പോലെ, മനുഷ്യരും കുരങ്ങും എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ധാരാളം വ്യത്യസ്തമായ കുരങ്ങുകൾ ഇവിടെ ഉണ്ട്. അതിലൊരു വിഭാഗം കുരങ്ങാണ്. അതുകൊണ്ട് ആ കുരങ്ങ് പരിണമിച്ച് നമ്മളാകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കാൻ ഒരുപാടുമില്ല. പക്ഷെ നമ്മൾ വേറെ നിലയ്ക്ക് ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം, ഈവൺ ഇപ്പോൾ നമ്മളുടെ ചുറ്റുപാടുള്ള മറ്റു ജീവികളെക്കുറിച്ചുള്ളൊരു, അത് നമ്മൾ വ്യത്യസ്തരാണെന്നാണ് അർത്ഥം. അല്ലാതെ അത് വളരെ അഡ്വാൻസ്ഡ് ആണെന്നോ. അത് തന്നെ വാലുപയോഗിച്ച് മരത്തെ ഞാന്ന് കിടക്കുന്നവരല്ലല്ലോ ഈ ആൾക്കുരങ്ങെന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ എന്തിനാണ് ആൾക്കുരങ്ങെന്ന് വിളിക്കുന്നത്? രണ്ട് കാലിൽ നടക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ വാലില്ല കുരങ്ങൻ എന്ന് നമ്മളെപ്പറ്റി വിളിക്കാൻ നമുക്ക് വിഷമമാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വാലുമായി മരത്തെ ഞാന്ന് കിടക്കുന്ന കുരങ്ങ് പരിണമിച്ച് ആൾക്കുരങ്ങായെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പം അതെ, ഇതേ പ്രശ്നം തന്നെയുള്ളത് ഇതിനകത്ത്. അല്ലെ, ഇവിടുത്തെ കുരങ്ങുകളെല്ലാം എന്തുകൊണ്ട് പരിണമിച്ച് മനുഷ്യനാകുന്നില്ല എന്ന് പറയുന്നത് പരിണാമത്തിന് അടിസ്ഥാനപരമായി അറിയാത്തവർ പറയുന്ന ഒരു പ്രശ്നം. നമുക്ക് എങ്ങനെയാണ് ജീവൻ്റെ ഒരു മരം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ബ്രാഞ്ച് വരും. ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് അതിനെ തായ്തടിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ആ ഉണ്ടാകുന്നിടത്തു നിന്ന് വീണ്ടും മുമ്പോട്ട് ആ ബ്രാഞ്ച് വരുമ്പം വീണ്ടും 2 ശിഖരങ്ങളുണ്ടാകും. അപ്പോഴും നമുക്ക് അതിൻ്റെ മെയിൻ തടിയിൽ നിന്ന് ഭിന്നമായിട്ടാണ് അത് നിൽക്കുന്നത്. പക്ഷേ ഇത് തടിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന, ഈ മരത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായ തുമ്പുകളാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആ തായ്തടി തന്നെയാണ് രൂപപ്പെടുന്നത്. പക്ഷെ മറ്റു ശാഖകളായിട്ടുള്ള ബന്ധം ചേരുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പം നിലനിൽക്കുന്ന വ്യത്യസ്തമായ
പല ഇനം കുരങ്ങുകൾ നമ്മളുൾപ്പെടെ ഉള്ള കുരങ്ങുകൾക്ക് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നാണ് ഈ പറയുന്നത്. പക്ഷേ ഈ വ്യത്യാസം നമ്മൾ വളരെ സ്റ്റാർക്കായിട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ, അല്ല നമ്മളായത് കൊണ്ട്. അത് കണിശമാണ്. അത് നമുക്ക് ഈ വ്യത്യാസം നമ്മൾ മലയാള ഭാഷ സംസാരിക്കുന്നവരും തമിഴ് ഭാഷ സംസാരിക്കുന്നവരും തമ്മിൽ ഭയങ്കര വ്യത്യാസം അനുഭവിക്കുന്നവരുണ്ട്. അല്ല അതുപോലെ അതപ്പോൾ നമുക്ക് അങ്ങനെ വിടാം. അല്ല അതല്ല ഞാൻ പറയണത്, ഭാഷ തോക്ക് വെച്ച് വെടിവെക്കുന്ന മനുഷ്യരല്ലേ നമ്മൾ? അവരെ മുഴുവൻ വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? ഈ അന്യരെന്ന് കാണുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരല്ലേ? അത്ര വെറുപ്പും വിദ്വേഷമുള്ള മനുഷ്യരല്ലേ നമ്മൾ? അവരെ പോലല്ല നമ്മളെന്ന് പറയാനല്ലേ ഈ സകലം ജാതിയും മതം ഉണ്ടാക്കി അങ്ങനെയാണ്. ഇതെല്ലാം നമ്മൾ കാണണ്ടേ? അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അന്യരായിട്ട് അത് നമ്മളല്ല എന്ന് ആഗ്രഹിച്ചാൽ ഇത്ര മൂച്ചോടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ മനുഷ്യരെല്ലാവരും ഒരുപോലാണ് എന്ന് എത്ര പറഞ്ഞിട്ടും യുദ്ധം നിർത്താൻ പറ്റാത്ത മനുഷ്യരല്ലേ നമ്മൾ? അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാനും പാട്. അല്ല അത് പക്ഷേ ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ ആഹാരം തേടുക, ആഹരിക്കുക, ഇരയാവാതിരിക്കുക, അതിൻ്റെ ഒരു സർവൈവൽ സംഭവത്തിൽ നമ്മളുടെ റിസോഴ്സായി ബന്ധപ്പെട്ടല്ലേ ഈ. അല്ല അത് അതാണ് സയൻസ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചാരിക്കുന്നത് എന്നുള്ളതിൻ്റെ മൂച്ചോടെ നമ്മൾ പറയത്തില്ല. ഞാൻ കുരങ്ങൊന്നുമല്ല, എൻ്റെ അച്ഛൻ കുരങ്ങല്ല, ഡാർവിൻ്റെ അച്ഛൻ കുരങ്ങാണ്, നമ്മുടെ അച്ഛൻ കുരങ്ങല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നതല്ലേ? ആ ന്യായങ്ങൾ സയൻസിൽ അത് സയൻസിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ അന്യരായിരിക്കുന്നവരോട് നമുക്ക് തോന്നുന്ന വിദ്വേഷവും വെറുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റ് ജീവികളോട് നമുക്ക് ഇതേപോലെ തന്നെ അവർ താഴെയാണ്, നമ്മുടെ കൂടെ അല്ല എന്ന് പറയണമെന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്തത്. മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇടിവ് വരും. കാരണം അയലത്തെ എന്താണ് ആ മോശപ്പെട്ട വീട്ടിലുള്ളവർ എൻ്റെ അമ്മയായിട്ട് ബന്ധമുണ്ടായിട്ടാണ് ഞാനുണ്ടായെന്ന് അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഷോക്കുണ്ട് ഇല്ലേ? നമ്മുടെ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം വീട്ടിൽ വേലയ്ക്ക് നിന്നവൻ്റെ കൊച്ചാണ് ഞാനെന്ന് അറിഞ്ഞാലുണ്ടാകുന്ന ആഠ്യൻ പുരുഷൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീയുടെയോ ഒരു മാനസിക പ്രശ്നമുണ്ട്. സത്യമാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള പ്രശ്നമാണത്. അതുകൊണ്ടാണ് അത് പറഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഈ വിഷയം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുന്നത് നമ്മൾ ഈ ഒരു തരത്തിൽ ഈ അന്യവെറുപ്പിൻ്റെ മൂലം നിൽക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ പട്ടി നമ്മുടെ അത്യാവശ്യമുള്ളതാണെന്ന് പറയും, പക്ഷേ നായിൻ്റെ മോനെന്ന് വിളിച്ചാൽ വിഷമം വരും. വിഷമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തരുതെന്ന് പറയും. എപ്പോഴും പറയും മൃഗീയമായി പെരുമാറരുത്. അപ്പം നമ്മൾ മൃഗമല്ല, സംശയമൊന്നുമില്ലല്ലോ. തോക്കും വെച്ച് വെടിവെക്കാം. നമ്മൾ മഹാന്മാരാണ്. അത് കാരണം കൊണ്ട് മറ്റവരൊക്കെ പല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ നിന്നെ കടിച്ചു കൊല്ലുന്നത്. നമ്മളങ്ങനെ അല്ല. പിച്ചാത്തി കൊണ്ട് കുത്തും, അത് കഴിഞ്ഞ് കുന്തം കൊണ്ട് കുത്തും, അത് കഴിഞ്ഞിട്ട് നമ്മൾ തോക്ക് കൊണ്ട് വെടിവെക്കും, അത് കഴിഞ്ഞ് ഇലക്ട്രിക് ചെയറിൽ വെച്ച് നല്ല എന്താ പറയണ മനുഷ്യത്വപരമായി കൊല്ലും. അങ്ങനെയാണ് നമ്മൾ അപ്പോൾ മനുഷ്യൻ്റെ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം ബോംബ് ഇടുമ്പോഴാണ് നമ്മൾ സിവിലൈസ്ഡ് ആകുന്നത്. ഈ ആളുകളെ പറഞ്ഞത് ബോധ്യമാക്കണമെന്ന് ആലോചിക്കുന്നത്, അതല്ലേ ഇയാൾ എന്നോട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല പാടാണ്. ശാസ്ത്രം പഠിക്കാനായിട്ട് പോകുമ്പം നമ്മുടെ കുംബാസുകൾ നമ്മുടെ പാരമ്പര്യത്തിന് നമ്മൾ മഹാന്മാരാണ്, നമ്മൾ സ്പെഷ്യലാണെന്ന് പറയുന്ന സാധനത്തിന് ഇടിവ് തട്ടും. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും മനസ്സിലാകത്തില്ല, ചേർന്ന് പോവില്ല. അതാണ് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രം. എത്ര വിചാരിച്ചാലും ഇത് മനസ്സിലാക്കാനൊക്കത്തില്ല. അയലത്തെ ആ മോശപ്പെട്ടവൻ്റെ കൊച്ചാണ് ഞാനെന്ന് മനസ്സിലാക്കിയാലേ തലയിൽ മുണ്ടുവിട്ട് നടക്കുന്നത്. കാരണം അപ്പം പിന്നെ അച്ഛനോട് ബഹുമാനം ഇതൊന്നും പറയത്തില്ല. അതുവരെ അച്ഛന്മാരെയൊക്കെ ഭയങ്കര ബഹുമാനമല്ലേ? അയലത്തുള്ള ബംഗാളിയുടെ കൊച്ചാണ് ഞാനെന്നൊന്ന് പഠിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ മലയാളിയുടെ ഒരു അവസ്ഥ? അതാണ് പ്രശ്നം. അപ്പം നമ്മൾ ഇങ്ങനെ സത്വപ്രതിസന്ധി നേരിടുന്നു. ഈ ഏരിയ കൊണ്ടാണ്, അല്ലാതെ നമുക്കിത് മനസ്സിലാകാത്തതുകൊണ്ടല്ല. അല്ല എന്തായാലും അതിപ്പോൾ അങ്ങനെ നമ്മളും വേറൊരു ജീവിയാണ്. എന്നാലും ശരി, മഹത്തരമാണെന്നോ അല്ലെങ്കിൽ മുന്നേറിയതോ, കാരണം പ്രത്യേകിച്ച് ബാക്കി ജീവികളുടെ സർവൈവൽ ടെക്നിക്കുകൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും അതിനെയൊക്കെ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടും കൂടിയാണ് നമ്മൾ പലതും കണ്ടുപിടിക്കുക. നമ്മൾക്ക് ഇത്രയധികം സാധനങ്ങൾ കണ്ടുപിടിച്ചു ചുറ്റുപാടിന്. നമ്മൾ ഇത് മറ്റ് ജീവികൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലാണെന്ന് പറയുന്നതിൻ്റെ കാരണം.
പക്ഷേ ഒരു ഈച്ചയ്ക്ക് പോലും ഈ ലൈറ്റൊക്കെ ഇട്ട് പോകണമെന്ന് ആഗ്രഹമില്ല എന്നുള്ള കാര്യമെങ്കിലും നമ്മളൊന്ന് ഒച്ചിരിയെങ്കിലും ഓർക്കേണ്ടതുണ്ട്. അതിന് ഇവിടുന്ന് സൈക്കിൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അടുത്ത കടയിൽ പോകാൻ കാർ ഓടിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? അതിന് പുല്ലുപോലെ പറന്നു പോകാൻ പറ്റും. അവർക്ക് വേറെ മെക്കാനിസങ്ങളും കഴിവുകളുമാണ് വികസിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതൊക്കെ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ് കണ്ടുപിടിക്കേണ്ട ആവശ്യം അവർക്കില്ല. വേറെ മനുഷ്യന്മാരോടൊക്കെ വേണമെങ്കിൽ നമുക്കിതൊക്കെ കുറച്ച് പറയാം. നിങ്ങളുടെ വീട്ടിൽ ഗ്ലാസ് ഇല്ല, എൻ്റെ വീട്ടിൽ ഗ്ലാസ് ഉണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ ഈച്ചയോട് അത് പറയരുത്. ഈച്ചയ്ക്ക് ഇത് ആവശ്യമില്ല. ഈച്ചയ്ക്ക് കാർ ആവശ്യമില്ല, പ്ലെയിൻ ആവശ്യമില്ല. കാരണം അവരുടെ ജീവിതത്തിനകത്ത് അവരായി ജീവിക്കുക എന്ന് പറയുന്നതിന് യാതൊരു വിഷമവും അവർ അനുഭവിക്കുന്നില്ല. അവരൊരു കംപ്ലൈൻറ്റുമായിട്ട് നമ്മുടെ അടുത്ത് ഇതുവരെ വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് ചില കുറവുകളുണ്ട്, നിങ്ങൾ കടം തരുമോ എന്നൊന്നും ചോദിച്ചിട്ട് ഈ ജീവികളാരും വന്നിട്ടില്ല. അവരെ താഴെ കാണുന്ന സ്വഭാവം നമ്മുടേത് മാത്രമാണ്. അല്ല, അത് അവരെല്ലാവരും ഈ കുറേ വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നവരല്ലേ, കുറേ വർഷമായിട്ട് ജീവിക്കേണ്ട. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ടാവുമല്ലോ നമ്മളെപ്പറ്റി. ഇവന്മാർ എന്തും കണ്ടിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന അങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ട് എപ്പോഴെങ്കിലും? രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം, ഇത് എന്തിനാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്? അവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവന്മാർ എന്തായിരിക്കും ഈ ചെയ്യുന്നത്, കൊത്തിക്കളച്ച് മറിച്ച് എന്തെല്ലാം നമ്മളിങ്ങനെ ആണെങ്കിൽ അവർ ചിരിച്ചു മരിക്കത്തില്ലേ? കാട് ഈ സിംഹമൊക്കെ ഒരു മാനെ പിടിച്ച് തിന്നിട്ട് മലന്ന് കിടന്ന് ഇങ്ങനെ ഉറക്കമാണ്. ഇവിടെ നമ്മളാണെങ്കിൽ 45 വർഷം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതുപോലൊന്ന് കിടക്കാനെന്ന് ആലോചിക്കുന്നത്. റിട്ടയർ ചെയ്തിട്ടൊന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടക്കാനൊക്കെ ആലോചിക്കും. ഇതുപോലുള്ള ഏരിയകളുണ്ട്. നമ്മളിങ്ങനെ സുപ്പീരിയർ ആണെന്ന്, മറ്റ് ജീവികളിൽ നിന്ന് ഭിന്നമാണെന്നുള്ളത് മാത്രമാണുള്ളത്. സുപ്പീരിയറായിട്ട് നമ്മളെ കാണരുത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ മനുഷ്യർ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഈ കാറ്റിനെ പേടിച്ച്, മഴയെ പേടിച്ച്, എല്ലാ മൃഗങ്ങളെ പേടിച്ച് നമ്മുടെ പ്രശ്നമാണ്. അല്ല, അങ്ങനെ സർവൈവ് ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ ലോകം മുഴുവൻ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ജീവിക്കാവുന്ന അവസ്ഥയിൽ ആദ്യമകാലത്തുള്ള ആ ഒരു ത്രെട്ടോ ഭയങ്ങളോ ഒക്കെ നമുക്ക് ഒഴിവാക്കി ആളുകൾ ഇങ്ങനെ ഈ പല സൗകര്യങ്ങൾ ഇത് നമ്മുടെ കാര്യമാണെന്ന് ഞാൻ ഈ പറഞ്ഞേ. നമ്മുടെ കാര്യമാണ്. ഇതിപ്പോൾ വെള്ളത്തിനകത്തെ മീനൊക്കെ അവരവിടെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ കൺഫ്രണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ടീരിയ നമ്മളാകാനായിട്ട് കൊതിക്കുന്നില്ല. അവരൊരു 350 കോടി വർഷമായിട്ടാണ് നമ്മളെന്ന് പറഞ്ഞ് കുരങ്ങല്ല നമ്മൾ എന്ന് പറഞ്ഞ് മൂച്ചോടെ നിൽക്കുന്നവനെ പറ്റി ശാസ്ത്രീയമായി പഠിച്ച 3 ലക്ഷം വർഷമാണ് എത്തുന്നത്. ഇത് 350 കോടി വർഷത്തിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിലനിൽക്കാൻ അവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൻ എന്തിനാ ഈ വെപ്രാളപ്പെടുന്നതെന്നൊക്കെ ആലോചിക്കത്തില്ലേ? ആലോചിക്കണ്ടായിരിക്കും. അല്ല, നിലനിൽക്കാൻ കഴിയുന്ന ഒരു ജീവിയാന്ന് ഇനിയും തെളിയിക്കേണ്ടതുണ്ട്. അതാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇളനാ കടിയറിയത്തില്ലെന്ന് പറയുന്നത് പോലാണ് സത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇളനാ കടിയറിയത്തില്ല എന്ന് പറയുന്നത് കാണുന്നതിനോടെല്ലാം ഇത് കുരയ്ക്കും. അപ്പം അപ്പുറത്ത് നിന്ന് കടി കിട്ടാൻ പിടിച്ച് പറ്റുന്ന വലിയ പട്ടിയുടെ മുന്നേ പോയി നിന്നും കുരച്ച് കളയും. ആനയുടെ ഇതൊക്കെ കുരയ്ക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അനങ്ങാതിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കൊച്ചു നായ്ക്ക് കടി ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര കുരയ്ക്കും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ വെപ്രാളം കണ്ടാൽ മറ്റ് ജീവികളെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും എന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പറ്റി നമ്മൾ ഊതിപ്പെരുപ്പിച്ച് അനുഭവിക്കുന്ന മനുഷ്യനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് എക്സാജറേറ്റഡ് ആനിമൽ എന്ന് പറയേണ്ടി വരും. ഈ എക്സാഗറേഷൻ എന്ന് പറയുന്നത് ഇപ്പം എവിടെയായിരിക്കും അതിൻ്റെ ഒരു തുടക്കം? നമ്മളെപ്പറ്റി ഈ തവളയൊക്കെ ഇങ്ങനെ വയറ് വീർക്കും. അല്ല, ജീവികളിലും അങ്ങനെ ഉണ്ട് പറയേണ്ടി വരും. അത് അതിനകത്ത് മോസ്റ്റ് എന്നുള്ള പ്രയോഗമാണ് നമുക്ക് ചേരുന്നത്. ഒരു കാര്യവും അതങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതൊന്ന് എന്താണ് ഉരുട്ടി പരട്ടി എടുക്കണം. നമ്മളിങ്ങനെ നോക്കിയാലേ നമ്മളിപ്പോൾ ഈ നമ്മുടെ വികാസത്തിനെ പറ്റിയൊക്കെ പറയുമ്പം അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും അത് തരുന്ന സ്വാതന്ത്ര്യവും തമ്മിൽ തൂക്കി നോക്കുന്നിടത്ത് ഇതുവരെ നമുക്ക് എത്തിയിട്ടില്ല. ആ ഒരു വികാസം അല്ലെങ്കിൽ സൗകര്യം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്വാതന്ത്ര്യങ്ങളും പ്രശ്നങ്ങളെയും സത്യത്തിൽ നമ്മൾ ഇതുവരെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു നീണ്ട ജീവിതം തന്നെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ജീവി മാത്രമാണ് നമ്മൾ. അത് നമ്മൾ ആലോചിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന സമീപനത്തിൻ്റെ പ്രശ്നം
അത് അങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ട. കുറച്ചുകൂടെ നമുക്ക് ഇക്കാര്യത്തിനകത്ത് മറ്റ് ജീവികൾ, ഇപ്പം നമ്മുടെ മെഷറിംഗ് റോഡ്, നമ്മളെപ്പോഴും എടുക്കുന്ന ആ മെഷറിംഗ് റോഡ്, അതിനൊന്നും ബുദ്ധിയില്ല എന്നാണ്. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല എന്നാണ്. അവരുടെ ജീവിതത്തിനാവശ്യമായ രീതിയിലുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ ബുദ്ധി, നമ്മുടെ ഭാവിയെ തന്നെ തീർത്ത് കളയുന്ന നിലവാരത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭാവിയെക്കുറിച്ച് പ്ലാനിങ്ങിലാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം. ഒരു സംശയം എനിക്കില്ല. അത് മനുഷ്യനെ പറ്റി മാത്രം പറയുന്നു. പക്ഷേ മറ്റ് ജീവികളുടെ മുന്നിൽ നമുക്ക് ഞെളിയാറായിട്ടില്ല. കാര്യം നമ്മളെ എത്ര വർഷം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ള ചോദ്യമാണ്. നമ്മളെ ഒരു മെഷറിംഗ് റോഡ് എടുക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് നമ്മൾ വളരെ ഏറ്റവും കുറഞ്ഞ ഒരു അളവ് പോലായിട്ട് അത് മാറും. നമ്മളങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളെന്ന് പറയേണ്ടി വരും. ഇത് കോടിക്കണക്കിന് വർഷം പണിയെടുത്ത് ജീവിച്ച ആളുകളിവിടെ ഉണ്ട്. ആ ജീവികളുടെ മുന്നിൽ നമ്മൾക്ക് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു സ്ഥലമാണ് ഇത്. നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് പറ്റുന്ന, ഇപ്പം മലയാള ഭാഷ അറിയുന്നവരല്ല ഇംഗ്ലീഷുകാർ എന്ന് പറഞ്ഞിട്ട് അവരെ നോക്കിയിട്ട് കളിയാക്കും. അവർ കുറവാണെന്നോ അങ്ങനെ പറയും. കാശിനെട്ട് എന്ന് സായിപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് കഥ മലയാളികൾക്കുണ്ട്. കാശിനെട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. കാശിനെട്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് എത്ര കാശിനാണ് ഈ പറങ്ങേണ്ടി എന്ന് ചോദിച്ച അയാൾ ചോദിച്ചത് ഇങ്ങനെയാണെന്നാണ്. വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞപ്പോൾ മലയാളി പറഞ്ഞു കാശിനെട്ട്. അപ്പോൾ അവർ ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ കാശിനെട്ടെന്ന്. അപ്പോൾ അത് കേട്ടിട്ടാണ് കാഷ്യൂനെട്ടെന്ന് പറഞ്ഞ് അയാൾ പോയി എന്നാണ് കഥ. ഇത് ഈ ഇംഗ്ലീഷുകാരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നുള്ള യാഥാർത്ഥ്യം അതിന് ആ കഥയ്ക്കകത്തില്ല. അയാൾക്ക് ഇതെന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം അയാളാണ് കൊണ്ടുവന്നത്. ഈ കഥ പറയുന്നത് പോലുള്ള കഥകൾ പറയാൻ മനുഷ്യർക്ക് ഇഷ്ടം. നമ്മുടെ വശം വളരെ ഉയർത്തിക്കാട്ടി മറ്റതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജീവിതത്തിനെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കുരങ്ങന്മാരിലല്ല എന്ന് വാശിയോടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ കുരങ്ങ് വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് നമ്മൾ മനുഷ്യനെന്ന് വിളിക്കുന്നത്. അല്ല, അതായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വേറൊരു ജീവിയും നമ്മളിപ്പോൾ ഈ എൻവറോൺമെൻറ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സഹജീവികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നൊരു സംഭവം, അത് അവരുടെ നിലനിൽപ്പും നമ്മളുടെ അല്ലെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റായി പോവാതിരിക്കാനുള്ള നടപടികൾ, ഇങ്ങനെയൊന്നും മറ്റ് ഇപ്പോൾ ഈ പറയുന്ന ഒരു സംഭവം കൊണ്ട് തന്നെ അതിന് അവരിത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ അങ്ങനെ ജീവിക്കുന്നതന്നില്ലല്ലോ. ഇയാൾ ഈ പറയുന്ന കാര്യം എടുക്കുന്ന സമയത്ത് മറ്റുള്ളതിനോട് കൺസേൺ കൊണ്ട് നമ്മൾ എൻവയോൺമെൻ്റലായ കാര്യങ്ങളിലേക്ക് പോയി എന്നാണ് ആർഗ്യൂ ചെയ്യുന്നതെങ്കിൽ, അല്ല കൺസേൺ കൊണ്ടല്ല, നമ്മളുടെ തന്നെ നിലനിൽപ്പ്. അപ്പം നമ്മുടെ അപ്പം അതെല്ലാം ബാക്കി എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളുടെ ഔദാര്യമായിട്ടല്ല. അതല്ല, അവർക്ക് മറ്റ് ജീവികൾ, ഇപ്പം ഒരു സിംഹം കൂട്ടം ഒരു മാനിനെ പിടിച്ചാൽ അവിടെ കാണുന്ന സകല മാനിനെയും പുറകെ പിന്നെ ഓടത്തില്ല. ആ മാനിനെ തിന്നു തീർത്ത് അതിൻ്റെ വയറ് നിറഞ്ഞ് അവിടെ കിടന്നുറങ്ങത്തേ ഉള്ളൂ. അല്ലാതെ ഈ മാനിനെ എല്ലാം കാണുന്ന മുഴുവൻ മാനിനെയും പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചേക്കാമെന്ന് തീരുമാനിച്ചിട്ടേ ഇല്ല അവർ. അങ്ങനെ ചെയ്തിട്ടില്ല. മനുഷ്യരുടെ അപ്രോച്ച് മനുഷ്യരങ്ങനല്ല. നമുക്ക് അവരെ മുഴുവൻ കൂട്ടിലാക്കണമെന്ന് ആലോചിച്ച് നടക്കുന്ന പാർട്ടികളാണ് നമ്മൾ. അല്ലാതെ ആ ജീവികൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിശക്കുമ്പം മാത്രം പിടിക്കുന്ന ഒരു ജീവിയാണ് അതേ സമയത്ത് നമ്മളെപ്പറ്റി നോക്കണം, തോക്കുമായിട്ട് നടന്ന് ഒരിക്കലും തിന്നാത്ത ജീവിയെ വരെ വെടിവെക്കും. ഏത് തരത്തിലാടും നമ്മൾ മര്യാദയുള്ളവരാണെന്നും മെച്ചപ്പെട്ടവരാണെന്ന് ഇയാൾ പറയുന്നത്. അല്ല, ഞാൻ മര്യാദ അതുകൊണ്ടാണ് നമ്മുടെ അപ്പോഴും ഇയാൾ എൻവയോൺമെന്റലി കോൺഷ്യസ് ആണെന്ന് പറഞ്ഞ സാധനം നമ്മുടെ നിലനിൽപ്പിന് ത്രെറ്റായിട്ട് അനുഭവിച്ചുകൊണ്ട് മാത്രം ചിന്തിച്ചു തുടങ്ങിയവരാണ്. അത് മനുഷ്യർ ഒരു അല്ലാതെ ഒരു കൺസേണിനെ പറ്റിയും പറഞ്ഞിട്ട് എടുക്കണ്ട. ഒരു കൺസേൺ ഉണ്ടായിരുന്ന ജീവിയാണെന്നുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ആർമി ചേർന്ന് മറ്റു മനുഷ്യരെ വെടിവെക്കുമോ? കൺസേൺ ആണ് ഇയാൾ ഈ പറയുന്നുണ്ടെങ്കിൽ. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആയുധം ഉണ്ടാക്കി ലോകത്തിനെ മുഴുവനും സകലെടുത്ത് അതിന് അവിടെ മനുഷ്യർ തമ്മിൽ ഇടുന്ന സമയത്ത് മറ്റ് ജീവികൾ ചാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ കൺസേൺ പറയുന്നവർക്കുണ്ടോ? ആ ഏരിയ ഒന്നും ചർച്ച ചെയ്യാറായിട്ടില്ല നമ്മൾ.
നമ്മൾ മനസ്സിലാക്കാനുള്ള അതിനുള്ള യോഗ്യത ഇല്ല. ഒരു തരത്തിലും സ്പെഷ്യൽ അല്ല. വളരെ മോശപ്പെട്ട ഒരു ജീവിയാണ് നമ്മൾ. അത്രയും നമ്മൾ സമ്മതിക്കണം. ഇങ്ങേ അറ്റത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മളെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ല ഈ മറ്റ് ജീവികളുടെ മുന്നിൽ ഞെളിയാനുള്ള യാതൊരു യോഗ്യതയുള്ള ഒരു ജീവിയല്ല. ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടും പഠിച്ചിട്ടുള്ളതല്ല. മറ്റ് ജീവികളെ സംരക്ഷിക്കുന്നതിനകത്തും നമ്മൾ മെച്ചമല്ല. നമ്മൾ ഈ പ്രകൃതി നാശം, എൻവറോൺമെന്റൽ നാശം എന്നൊക്കെ പറയുന്നത് മുഴുവൻ നമ്മൾ നന്നായി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായി ഒരു പാടുമില്ലാതെ ജീവികൾ മുഴുവൻ ഇവിടെ ജീവിക്കത്തില്ലേ? അവർ നമ്മളെക്കാളും മുമ്പ് ജീവിച്ചു തുടങ്ങിയവരല്ലേ? നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. നമ്മളുണ്ടാക്കിയ പ്രശ്നത്തിനുള്ള മറുപടിയൊക്കെ പറയണം. അതുകൊണ്ട് എൻവയോൺമെന്റിൽ നമ്മൾ കോൺഷ്യസ് ആകണം എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ മറ്റുള്ളവരെക്കാൾ സ്പെഷ്യലാണ്, നല്ലതാണ്, നമ്മളൊരു സവിശേഷമായ ഒരു ജീവിയാണ്, നമുക്ക് മാത്രമാണ് ബുദ്ധിയുള്ളതെന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ പറയാനുള്ള യോഗ്യതയില്ല. അത്രയും നമ്മൾ സമ്മതിച്ചുകൊണ്ട് ഈ കുരങ്ങ് വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് നമ്മളെന്ന് മനസ്സിലാക്കാമെങ്കിൽ ഒരു പാടുമില്ലാതെ ഈ വിഷയം മനസ്സിലാകും. ഉടുപ്പിട്ട കുരങ്ങാണ്, അത്രയേ ഉള്ളൂ. ഉടുപ്പിട്ട് അല്ല. പക്ഷെ അതൊക്കെ ഈ കൾച്ചറൽ അവിടെയൊക്കെ നമ്മൾ മനുഷ്യൻ്റെ കൾച്ചറിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരുടെയും വേണ്ടിയാൽ മതി. മറ്റ് ജീവികളെടുത്ത് പോയിട്ട് ഒന്നും പറയാനായിട്ട് ഇതിന് നമുക്ക് പോകണ്ട. കാരണം അവർ തണുപ്പത്തും ചൂടിലും എല്ലാം ജീവിക്കാൻ അവർക്കറിയാം. അവരുടെ തോലൊക്കെ ഉരിഞ്ഞാണ് ഈ ഉടുപ്പൊക്കെ ഉണ്ടാക്കുന്നത്. വല്ലോനും ഉണ്ടാക്കുന്ന പഞ്ഞിയൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഉടുപ്പിട്ടത്. അല്ലാതെ ഈ പറയുന്ന തരത്തിലൊന്നും നമ്മുടെ സ്വന്തം കഴിവിൽ ഒരു സാധനവും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയാൻ ബാധ്യതയൊക്കെ വരും. അവിടെയൊക്കെ എന്നെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കണ്ട ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഒരു എവല്യൂഷണറി ആയിട്ട് അതൊക്കെ നമുക്ക് പറയാം. അതിനകത്ത് ഈ സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന എന്തോ സവിശേഷമാണ്, നമ്മൾ ഈ കൂട്ടത്തിൽ പെടുന്നതല്ല എന്നുള്ള നാട്യത്തിന് വേണ്ടി പറയുന്ന ഒരു മേഖലയിലും നമുക്കിത് സംസാരിക്കേണ്ട കാര്യമില്ല. മറ്റ് ലോകത്ത് ഇതുവരെയുള്ള എല്ലാ ജീവികളും, ഇപ്പം നമ്മൾ ഈ കാണുന്ന സകല ജീവികളും നമ്മളെപ്പോലെ ആധുനിക ജീവികളാണ്. അത്രയും അഡ്വാൻസ്ഡ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തേലുള്ള ശാഖകളുടെ തുമ്പ് മാത്രമാണ്. ഇവിടെയുള്ള ബാക്ടീരിയയും മോഡേണാണ്, നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അവർ ആധുനികമായ ബാക്ടീരിയയാണ്, ആധുനികമായ മരമാണ്, ആധുനികമായ കുരങ്ങാണ്, ആധുനികമായ മനുഷ്യനാണ്. അത്രയേ ഉള്ളൂ. ആധുനിക കാലത്ത് ഈ പരിണാമം എന്ന് പറഞ്ഞാൽ ഓരോ മരത്തിൻ്റെയും തുമ്പ് മാത്രമാണ് നമ്മൾ. ഇപ്പം ഇവിടെ കാണുന്ന എല്ലാ ജീവികളും ആധുനികമാണ്. ഇതാണ് എവല്യൂഷണറി ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നല്ലതായാലും ചീത്തയായാലും ഒരു മനുഷ്യരുടെ ഒരു ഡോമിനൻസ്, അത് ഓരോ കാലഘട്ടത്തിനകത്ത് അത്ര വിവരമില്ലാത്തവർ ഡോമിനൻ്റ് ആകും. വിവരമില്ലാത്തവരാണ് ഡോമിനൻ്റ് ആകുന്നത്. മറ്റുള്ളവരുടെ ചേർന്നാണ് നമ്മൾ ജീവിക്കുന്നത്, മറന്നുപോയി. ഒരു മെച്ചപ്പെട്ട കാര്യമേ അല്ല. അതാണ് നമ്മൾ എവല്യൂഷണറി ആയിട്ട് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. സിംബയോട്ടിക് എവല്യൂഷനകത്ത് ഈ അവസാനത്തെ ആളും ആവശ്യമാണ് എന്നുള്ള അറിവാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതിന് പകരം നമ്മൾ സ്പെഷ്യലാണെന്ന് വിചാരിക്കുന്ന ഏതറിവും പരിണാമപരമായ അറിവല്ല. സിംബയോട്ടിക് എവല്യൂഷൻ നടന്നു. ഭയങ്കരമായി എപ്പെക്സ് എന്നുള്ള കൺസെപ്റ്റിൽ വരുന്ന ഫുഡ് ചെയിനിൻ്റെ മുകളിൽ എന്നൊക്കെ പറയുന്നതൊക്കെ മനുഷ്യനിർമ്മിതമായ മൂല്യബോധമാണ്. ആ ഫുഡ് ചെയിനിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ എല്ലാം നമുക്ക് വേണ്ടി ഇങ്ങനെ. ഇത് നമ്മളെന്ന് പറയുന്നത് കോടിക്കണക്കിന് ബാക്ടീരിയയും വൈറസും ജീവിക്കുന്ന ഒരു വനം പോലെ നമ്മളെ കാണാതിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മളെന്ന് പറയുന്നത് താമസ സ്ഥലം മാത്രമാണ്. അല്ലാതെ നമ്മുടെ എക്സിസ്റ്റൻസ് പോലും അവർക്ക് മീനിങ്ലെസ് ആണ്. അനങ്ങാ കിടക്കട ആന എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ബാക്ടീരിയ നമ്മുടെ മിണ്ടുന്നത്. വിശക്കുന്ന സാധനം എടുത്തോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പോയി കേക്ക് മേടിച്ച് തിന്നും. ഇങ്ങനെ ചെയ്യുന്ന നിലവാരത്തിലുള്ള ഒരു വലിയ ഒരു പ്രദേശം മാത്രമാണ്. അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാ ജീവികളും കാലികമായി ഈ സമയത്ത് ഒരുപോലെ പ്രധാനപ്പെട്ടവരും ആവശ്യമുള്ളവരും ഒരുപോലെ അഡ്വാൻസ്ഡാണ്, ആധുനികരാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് പ്രിമിറ്റീവ് എന്നൊക്കെ ഉള്ള നമ്മൾ വാക്ക് പ്രാകൃതം എന്നൊക്കെ നമ്മൾ പറയുമ്പം നമ്മൾ
വളരെ വികസിച്ചതും ബാക്കിയൊക്കെ മോശമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനല്ല. ആദ്യത്തെ സെല്ലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു സെല്ലായിട്ട് ജീവിക്കാൻ അറിയാവുന്നവർ ഇന്നും അത് ഏറ്റവും നന്നായി ഈ കാലത്ത് ജീവിക്കാൻ അറിയുന്നവരായ അറിവോടുകൂടിയ ഏകകോശമാണത്. ഈ സങ്കീർണ ജീവികൾ അല്ലാതെ കോംപ്ലക്സ് ആയ ജീവിക്ക് ഏകകോശ ജീവിയെക്കാളും മെച്ചപ്പെട്ട ജീവിതമൊന്നുമില്ല. അതങ്ങനെ അത് മനസ്സിലാക്കണം. പലതരത്തിൽ ജീവിക്കാം എന്നുള്ള തെളിവ് മാത്രമേ ഉള്ളൂ. ഒരു മെച്ചപ്പെട്ട ഒരു കൂട്ടർ നമ്മൾ മെച്ചപ്പെട്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റാർക്കും അത് അങ്ങനെ കാണുന്നില്ല, മറ്റൊരു ജീവിയും അങ്ങനെ കാണുന്നില്ല. അവരാരും നമ്മളാകാൻ വേണ്ടി കൊതിക്കുന്നില്ല. മനുഷ്യർ പണ്ടേ തൊട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കഥയാണ് തിരിയക്ക് യോനി എന്നാണ് ഇന്ത്യക്കാരൻ പറഞ്ഞിട്ടുള്ളത്. മോശപ്പെട്ട യോനിയിൽ പോയി ജനിക്കും. മോശപ്പെട്ട യോനി എന്നാണ്. തിരിയക്കെന്നൊക്കെ പറയുന്നത് എന്താണ്? ക്ഷുദ്രജീവികൾ എന്നൊക്കെയാണ്. നമ്മൾ എന്താണ് ഈ മുള്ളംപന്നി, അതുപോലെ തന്നെ മീൻ, ഇതിനെല്ലാം ക്ഷുദ്രമായിട്ടാണ് കണ്ടിരുന്നത്. പാറ്റ, പഴുതാര, ഇതൊക്കെയായി പണ്ട് ജന്മസിദ്ധാന്തം പറയുന്നവർക്ക് അവിടെ എല്ലാം പോയി നമ്മൾ ജനിക്കും ജീവിക്കും എന്നാണ്. ആഹോ കഷ്ടം എന്നാണ്. അതാണ് എൻ്റെ തിരിയക്ക് യോനിയിൽ ശപിക്കുന്നതൊക്കെ എങ്ങനെയാണ്? നീ പോയി തിരിയക്ക് യോനിയിൽ ജനിക്കും, വീണ് കീഴോട്ടങ്ങ് വീണെന്നാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ സൂര്യനെ അവിടെ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടിയാണ് ഗാലക്സിയൊക്കെ അവിടെ നമുക്ക് കാണാനേ. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബൈബിളിനകത്ത് പറയുന്നില്ലേ, മനുഷ്യർക്ക് വേണ്ടി ഇനി എല്ലാത്തിനും പേരിട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഇയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഭൂമിയിലല്ല, ഈ പ്രപഞ്ചം മുഴുവനും മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള നാട്യത്തിലാണ് ഈ നിപ്പ് മുഴുവനും. ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. മനുഷ്യരെഴുതുമ്പോൾ പക്ഷെ അങ്ങനെ തന്നെയല്ലേ. മനുഷ്യരെഴുതുമ്പോൾ അങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ മാത്രമാണ്. അല്ലാതെ കുരങ്ങ് വിഭാഗത്തിനകത്തെ ഒരു ജീവി മാത്രമാണ് നമ്മൾ. അത് എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? അതെങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ കറുത്തവരായിരിക്കുന്നവർ, വെളുത്തവരായിരിക്കുന്നവർ, മഞ്ഞ നിറമുള്ളവരായിരിക്കുന്നവർ, ചുവന്ന നിറമായിരിക്കുന്നവർ എങ്ങനെയാണെന്ന് അറിയുന്നത് പോലെ മാത്രം അറിയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇവിടെ നിൽക്കുന്ന കുരങ്ങുകളെല്ലാം വ്യത്യസ്തരായിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ മനസ്സിലാക്കുമ്പോൾ ഈ ഓരോന്നും വ്യത്യസ്തരാകുന്നതിന് തൊട്ട് മുമ്പ് തമ്മിൽ എവിടെ എങ്ങനെ ആയിരുന്നു എന്നുള്ള ആ തമ്മിൽ എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയാം. ജനിതകപരമായി ഒരമ്മയും അച്ഛനും ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞും അമ്മയും അച്ഛനെ പോലല്ല. അവർ വ്യത്യസ്തരാണ്. അല്ലാതെ അമ്മയുടെ അച്ഛൻ്റെയും മക്കളായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ പോലിരിക്കുന്നവരല്ലത്. അവരിൽ നിന്ന് ഭിന്നമാകുന്നത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകകോശമായിരുന്ന ജീവൻ ബഹുകോശവും പല സങ്കീർണ ബഹുകോശവും ഒക്കെ ആയി മാറിയത് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ വ്യത്യസ്തത ആർജിച്ചു എന്നുള്ളതല്ലാതെ നമ്മളെന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്ന സ്ഥലത്ത് സവിശേഷമായ ഒരു വ്യത്യാസമില്ല. വൺ അമംഗ് ദ ലോട്ട്. അത്രയും അറിയണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതുണ്ടല്ലോ, അത് അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല എന്നാണ്. പഠിക്കേണ്ട കാര്യമില്ല എന്നല്ല, വ്യത്യാസങ്ങൾ എങ്ങനെ രൂപപ്പെട്ടെന്നാണ് പഠിക്കേണ്ടത്. അറിഞ്ഞതുകൊണ്ട് അത് സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കരുത് എന്നുള്ളതായി പറയുന്നത്. നമ്മൾ സവിശേഷമായി മറ്റവരെക്കാളും സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കുന്നതാണ് പഴയ ഫിലോസഫി മുഴുവനും. അത് അവരുടെ അറിവില്ല. ദൈവം നമ്മളെ സ്പെഷ്യലായിട്ടുണ്ട്, ചോസൺ ഫ്യൂ. ബാക്കിയുള്ള ഇപ്പോൾ ബൈബിളിനകത്തെ കഥയ്ക്കകത്ത് കായല് ആബേലിനെ കൊന്ന് കായൻ, എന്നിട്ട് കല്യാണം കഴിക്കുന്ന എവിടെ പോയി കല്യാണം കഴിച്ച് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അത് അങ്ങ് കിഴക്ക് ദിക്കി പോയി കല്യാണം കഴിച്ചെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതുപോലുള്ള കഥകളിനകത്തൂടെ നമ്മൾ സ്പെഷ്യലാക്കിയതല്ലാതെ അതിനകത്തൊന്നും ഇൻ്റലിജൻ്റായിട്ട് ഒരു വരി പോലും നമുക്ക് അതിനകത്തൊന്നും എടുക്കാനൊക്കത്തില്ല. ഈ ഒരു ഫ്രെയിം വർക്കിനകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ നടുവിൽ
പരിണാമപരമായ വ്യത്യാസങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പോയ ശാസ്ത്രജ്ഞന്മാർ ശ്വാസം മുട്ടി പേടിച്ച് പറയേണ്ടി വന്നത് കൊണ്ടുണ്ടായ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ഈ പറയുന്ന മനുഷ്യൻ ഈ കുരങ്ങുകളുടെ ഇടയിൽ നിന്ന് പരിണമിച്ച് സ്പെഷ്യലായി എന്ന് പറയാനായിട്ട് ബാധ്യത. ഈ മനുഷ്യൻ്റെ അതങ്ങനെ ഇരിക്കട്ടെ, ജീവികളിൽ സാധാരണ ജീവികളിൽ പോലെ ഒരു ജീവി തന്നെയാണ്. പല ജീവികൾക്ക് പല കഴിവുകളുണ്ട്. അത് മനുഷ്യനും ചില കഴിവുകളുണ്ട്, ജീവിച്ചു പോണു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ഹിസ്റ്ററി ഒന്നും പറയാനില്ല, വളരെ താരതമ്യേന വളരെ ചെറിയ കാലയളവായിട്ടുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു കാലയളവിലുള്ള മനുഷ്യൻ്റെ ഒരു പരിണാമത്തെക്കുറിച്ച് എങ്ങനെയാണ് നമ്മളത്? അല്ല, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ നമ്മളിപ്പോൾ ഫോസില് അതുപോലുള്ള മേഖലയിലുള്ള ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള അറിവ്, ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസസ്, ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് മനുഷ്യ ചരിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വർക്ക് ഇൻ പ്രോഗ്രസ്സാണ്. അല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു കൺക്ലൂസീവായിട്ട് പറയാറായിട്ടില്ല. എന്നുവെച്ചാൽ ഫോസിലുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ പഠിക്കാനും ഫോസിലുകൾ അന്വേഷിക്കാനും അതിനെ ഡേറ്റ് ചെയ്യാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പം നമുക്കൊരു 4-5 വർഷം മുമ്പാണ് ഈ യൂറോപ്പിൻ്റെ ഭാഗത്ത്, ഞാൻ ടർക്കിയുടെ ഭാഗത്ത് ഉള്ള കുരങ്ങ് വിഭാഗങ്ങൾ, ആ കുരങ്ങ് വിഭാഗങ്ങളിൽ ആഫ്രിക്കയിലുള്ള കുരങ്ങ് വിഭാഗങ്ങളെക്കാളും മുന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പം യൂറോപ്പിലുണ്ടായി ആഫ്രിക്കയിൽ പോയി അവിടെ വെച്ച് പരിണമിച്ച് മനുഷ്യരായി എന്ന് വിചാരിക്കേണ്ട ഒരു പ്രോബ്ലം നമുക്ക് വന്നിട്ടുണ്ട്. ടർക്കിയിലുള്ള അവരല്ലത്, ഇയാൾ മനുഷ്യക്കൂട്ടത്തിൽ വിടുന്നൊന്നും അല്ലത്. നമ്മൾ ഓൾഡ് വേൾഡ് മങ്കീസ് എന്ന് പറയും. ആഫ്രിക്ക തൊട്ട് ഏഷ്യ വരെയുള്ള ഇതിനാണ്. മറ്റേത് ന്യൂ വേൾഡ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഇതിനെ പറ്റിയാണ് പറയുന്നതൊക്കെ. അപ്പം ഇതുപോലുള്ള ഡിവിഷൻസൊക്കെ ഈ കുരങ്ങ് വിഭാഗങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പം അവരുടെ ലോകമൊക്കെ നമ്മൾ ഇങ്ങനെ കിട്ടി വരുന്നതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് തീർച്ചയായും. പക്ഷേ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന മനുഷ്യരുടെ, ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നതൊക്കെ ആഫ്രിക്കയിലാണ്. പക്ഷെ അവരായി തീരുന്നതിന്, അവർ ട്രാൻസ്ഫോം ചെയ്ത് വരുന്നതിനുള്ള അതിന് മുമ്പുള്ള വിഭാഗങ്ങളൊക്കെ അതിന് പുറത്തും നമ്മൾ ചിലത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ യൂറോപ്പിൽ നിന്നാണോ അങ്ങോട്ട് പോയത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് ഒരു സ്ഥലമുണ്ട്. പക്ഷേ ആഫ്രിക്കയിൽ പരിശോധിച്ചാൽ വളരെ പഴക്കമുള്ള ഫോസിൽ കിട്ടും. അപ്പോൾ ഇത് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിനൊന്നും നമുക്ക് ഇതുവരെ കൺക്ലൂസീവ്നെസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോയതായിട്ട് സംശയിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. തിരിച്ച് വീണ്ടും ആഫ്രിക്ക പോയിക്കൂടാന്ന്. ഇതെന്താ നമ്മളിങ്ങനെ ആഫ്രിക്കയിൽ നിന്നിറങ്ങിയ ഇനി ഞാൻ മേലെ ആഫ്രിക്ക പോകത്തില്ലെന്ന് വിചാരിക്കുന്ന ഒരു ജീവിയല്ല. ആഹാരം തേടി നടക്കുന്ന ജീവി മാത്രമാണ്. അപ്പം നടക്കുമ്പോൾ ആഹാരത്തിൻ്റെ പുറകെ നടന്നാണ് ഈ ഭൂമി മുഴുവൻ എത്തിയതെന്ന് അറിയണം. അല്ലാതെ നമ്മൾ ഇന്ന് പാസ്പോർട്ട് എടുത്ത് പോകുന്ന പോലെ അല്ല ഈ പോയത്, വണ്ടി കയറി പോയി തിരിച്ചു വരുന്നതല്ല. അങ്ങനത്തെ ഒരു പ്രദേശബോധമുള്ള ജീവിയൊന്നും അല്ല ഇതൊന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത, അവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന പോലെ അങ്ങോട്ട് കയറാനും പറ്റത്തില്ലേ. ആ സാധ്യതയൊക്കെ നമ്മൾ ഇന്നും നമുക്കതിനെ ഒന്നും തീർത്ത് മനസ്സിലാക്കാനാക്കുന്ന ഒരു എവിഡൻസും നമുക്ക് ഈ ഏരിയകളിലൊന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മളത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് മനുഷ്യൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കുരങ്ങുകളുടെ ലോകം മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് അത് മുഴുവൻ ആഫ്രിക്കയിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഹോമോസാപ്പിയൻ, പിന്നെ അതൊക്കെ ആൾക്കുരങ്ങിന് അല്ലാതെ കുരങ്ങ അല്ലാതായി മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഹോമോ എന്ന് വിളിക്കുന്ന വിഭാഗം തന്നെ അവർ ഒക്കെ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് കാണാൻ പറ്റും. അതെല്ലാം നിയാൻഡർത്താലും ഡെനിസോവൻസും എല്ലാം ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിയെന്ന് കാണാൻ പറ്റും. ഇത് അതിനൊക്കെ മുമ്പുള്ള കാര്യമാണ്. നമ്മൾ ഈ പറയുമ്പോൾ ഈ കാലയളവിനെ പറ്റി ഒരു ധാരണയും ഇല്ലാതാണ് ഈ സംസാരിക്കാറുള്ളത്. അത്രയും പഴയ ഫോസിലുകൾ അല്ലെങ്കിൽ
അതൊക്കെ അവശിഷ്ടങ്ങൾ നമ്മളിങ്ങനെ അത് ഡേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കാമെന്നുള്ളതല്ല, അതാണ് എന്ന് പറയത്തക്കവണ്ണം എല്ലാ പഴുതുകളും അടഞ്ഞ തെളിവുകളൊന്നും നമുക്ക് ആയിട്ടൊന്നുമില്ല. അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പോൾ റിച്ചാർഡ് ലീക്കിയുടെ പുസ്തകത്തിൽ അയാൾ എഴുതുന്നുണ്ട്, ഒരു എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വേണം ഞാൻ 4000 വർഷത്തെ ചരിത്രം എഴുതാൻ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നിപ്പം നമുക്ക് ജനിതകമായിട്ടുള്ള ഒരു വലിയ ആയുധം കിട്ടിയതോടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏകദേശം സംശയരഹിതമായി പല കാര്യങ്ങളും പറയാൻ പറ്റുന്നത്. അല്ല, ഫോസിലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇന്ന് നമ്മളത് പറയുന്നത്. അതതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സപ്പോർട്ടീവ് എവിഡൻസ് എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ അതെടുക്കുന്നത്. പക്ഷേ ജനിതകമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു തലത്ത് നമുക്ക് ലോകവ്യാപകമായി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ഏരിയകളും നിൽപ്പുണ്ട്. പക്ഷെ മനുഷ്യരെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ ഈ കുരങ്ങല്ല എന്ന് വിചാരിക്കുന്ന വിഭാഗത്തിനെ എടുത്തിട്ട് നമ്മൾ ഹോമോ എന്ന് പറയുന്നത് എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ആഫ്രിക്കയിലാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഏകദേശം നമുക്ക് അത് ഇനിയും ചലഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അവരുടെ പൂർവികരായിട്ടുള്ള വിഭാഗങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. അതാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് വന്നു ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം അത് കോടാനുകോടി വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ ലക്ഷക്കണക്കിന് വർഷത്തിൻ്റെയും 1 കോടിയുടെയും ഒക്കെയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന എവല്യൂഷണറി പ്രോസസ്സിനകത്ത് നമ്മളിപ്പോൾ ഈ കുരങ്ങ് അല്ലെങ്കിൽ മങ്കി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിമിയൻ എന്ന് വിളിക്കുന്ന വിഭാഗത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അതൊക്കെ കോടിക്കണക്ക് 1 കോടി 2 കോടിക്ക് അകത്തൊക്കെയുള്ള കഥയാണ്. അതൊന്നും അറിയണം. ഈ 1 കോടി എന്ന് പറയുന്നത് കണ്ട് അടുത്ത് കാണാന്നുള്ള തോന്നരുത്. പക്ഷേ ഈ കോണ്ടിനെൻ്റിൻ്റെ മാറ്റങ്ങളെന്ന് പറയുന്നത് ആ കാലയളവല്ല, അതിനേക്കാളും വലിയ നീണ്ട കാലയളവാണ്. ഇപ്പം ഇന്ത്യ വന്ന് ഏഷ്യയിൽ ഇടിച്ചു എന്ന് പറയുമ്പോൾ അന്ന് മനുഷ്യനല്ല, ഈ കുരങ്ങ് തന്നെ ഇല്ല. അത്രയും നമ്മളറിയണം. കുരങ്ങുകൾ തന്നെ ഇല്ല, രൂപപ്പെട്ടിട്ടില്ല. അത്രയും 4.5 കോടി വർഷം മുമ്പാണ് അത്. അപ്പം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അവിടുന്ന് വന്ന് നമ്മൾ ഏഷ്യയിൽ ഇത് മുട്ടി, എന്നിട്ട് നമ്മൾ ഹിമാലയം ഉണ്ടാകുന്ന ഈ പ്രോസസ്സൊക്കെ നടക്കുന്ന. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു സംഭവമാണത്. അതുകൊണ്ട് നമ്മൾ ഈ ആളുകൾ സിനിമയൊക്കെ എടുക്കുന്ന സമയത്ത് ഡൈനോസോറസും മനുഷ്യനും തമ്മിലൊക്കെ ഉള്ള സിനിമയൊക്കെ നമ്മൾ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. കാര്യം അത് 6 കോടി വർഷത്തിനപ്പുറത്തുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഈ ഇന്ത്യ വന്ന് ഇടിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഈ ഡൈനോസോറസൊക്കെ. അപ്പോൾ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കാലയളവിനെ പറ്റിയുള്ള ഒരു ധാരണയില്ലാത്ത ആൾക്കാർ ഇതെല്ലാം കൂടെ ചേർന്ന് അങ്ങ് കഥ പറഞ്ഞു കളയും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ പാടായി പോകുന്നത്. ഈ കാലയളവാണ് ശരിക്കും പറഞ്ഞാൽ പരിണാമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇടം എന്ന് പറയുന്നത്. നീണ്ട കാലയളവിലുണ്ടായിരിക്കുന്ന ചെറിയ കാലയളവിനെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ബോധത്തിനകത്തൊരു പാടാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പാട്. നമുക്ക് എവല്യൂഷൻ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പാടതാണ്. ഈ നീണ്ട കാലയളവെന്ന് പറയുന്നത് നമുക്ക് പണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് ആവും. ഒരു 6 വയസ്സുള്ള കുട്ടിയും പറയും പണ്ടെന്ന് പറയും. അതുപോലെ ആ പണ്ട് പറയുന്നവരെ അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയുമ്പം 100 വർഷമാകാം, 200 വർഷമാകാം, 500 വർഷമാകാം, 1000 വർഷമാകാം, 2000 വർഷമാകാം, 5000 വർഷമാകാം, 50,000 വർഷമാകാം. ഇതെല്ലാം നമുക്ക് പണ്ടായി. അതാണ് ഈ അത്തരത്തിലുള്ള കാലത്തിനെ പറ്റിയുള്ള ധാരണകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗണന ചെയ്ത് പഠിച്ചേ പറ്റും. നമ്മൾ ഭൂമി എന്ന് പറയുമ്പം 450 കോടി വർഷമായി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഇപ്പോക്കത്താണ് നമ്മൾ പറയുന്നത്. അത് ഗണനം വെച്ച് പഠിച്ചേ പറ്റും. അപ്പോൾ ജുറാസിക് എന്ന് പറയുന്ന ഒരു കാലയളവ് പറയുമ്പോഴാണ് അതപ്പോൾ 6 കോടി വർഷം അപ്പുറത്താണ് അത് വരുന്നത്. അപ്പം ഈ കാലയളവ് പഠിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മളിപ്പോൾ വർഷങ്ങൾ വെച്ചിട്ട് നമ്മൾ 1901 ഒരു കാര്യം നടന്നതെന്ന് പറയും, 2024 നമ്മൾ പറയുമ്പോൾ ഈ കാലയളവ് പഠിക്കാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. കോമൺ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനകത്ത് നമ്മൾ എത്തേണ്ടതുണ്ട്.
എവല്യൂഷനെ കുറിച്ച് അപ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു എവല്യൂഷനെ കാലഗണന പഠിച്ചേ പറ്റൂ. അതൊക്കെ നമ്മൾ ഇനിയും പഠിക്കേണ്ടതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നോട് എല്ലാ കാലഗണന വെച്ച് പറയാനായിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് അതങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഒന്നൊന്നിനും പുറകിലും മുന്നിലും ആണെന്നൊക്കെ ഉള്ള ഓർമ്മ. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നമ്മൾ പറയുന്നത് പോലെ പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ജൂണിൽ നടന്ന കാര്യം ഇപ്പം നിങ്ങൾ പറയരുതെന്ന് നമ്മൾ വ്യവഹരിക്കുന്ന പോലെ ഈ വിഷയം പഠിക്കാൻ പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കാൻ പോകുന്നവർ ഈ ഏരിയ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ 450 കോടി വർഷം പല യുഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് എന്ന് പഠിക്കാമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു പഠനത്തിൻ്റെ ആർക്കാണോ ആ നിലവാരത്തിൽ താല്പര്യമുള്ളവർ ആ വിഷയം അങ്ങനെ പഠിച്ച ജിയോളജിക്കൽ ടൈം ഉണ്ട്, അത് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം നമുക്കൊരു 10 ലക്ഷം വർഷത്തിനകത്തുള്ള കഥയെങ്കിലും പഠിക്കേണ്ടി വരും. അപ്പോഴും നമുക്ക് 20 ലക്ഷം ഇപ്പോൾ ഹോമോ എന്നുള്ള ഹോമോ ഇറക്ടസ് എന്ന് വിളിക്കുന്നവരും ഹോമോ സാപ്പിയൻ എന്ന് വിളിക്കുന്നവരും ഹോമോ എന്ന് പറയുന്ന സ്പീഷീസിന് ഒരു 20 ലക്ഷം വർഷമായിട്ട് 20 ലക്ഷം വർഷത്തെ ചരിത്രമുണ്ട്. അതെങ്കിലും മിനിമം എടുക്കണം. നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു തെളിവുകളും നിഗമനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അത്രയും എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിന് മുമ്പുണ്ടായിരുന്ന കോമൺ ആൻസിസ്റ്ററിനെ നമ്മൾ കുരങ്ങ് വിഭാഗത്തിനകത്തെ നമ്മളും കുരങ്ങ് വിഭാഗത്തിനകത്തെ ഒന്നാണെന്ന് കാണുമ്പോൾ ഇവരിൽ തമ്മിൽ എങ്ങനെ പിരിഞ്ഞു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ചിമ്പാൻസിയും ഗൊറില്ലയും തമ്മിലുള്ള അകലം ചിമ്പാൻസിയും മനുഷ്യർ തമ്മിലില്ല. നമുക്കാണെങ്കിൽ രണ്ടും കുരങ്ങാണ്, ഗൊറില്ലയും ചിമ്പാൻസിയും നമ്മൾ കുരങ്ങിൻ്റെ കൂട്ടത്തിലങ്ങ് പെടുത്തത്തില്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചിമ്പാൻസി നമ്മളുമായിട്ടാണ് ഏറ്റവും അടുപ്പം, അല്ലാതെ ഗൊറില്ലയുമായിട്ടല്ല. ഗൊറില്ലകളും ചിമ്പാൻസികളും തമ്മിൽ വഴി പിരിഞ്ഞിട്ട് മനുഷ്യരും നമ്മൾ ചിമ്പാൻസി എന്ന് പറയുന്നത് ചിമ്പാൻസിയുടെ ഈ തൊട്ടടുത്ത് ബൊണോബോ എന്ന് പറയുന്നുണ്ട്. അവരുടെ സ്വഭാവമൊക്കെ പരിശോധിച്ചാൽ നമ്മളെപ്പോലെ തന്നെയാണെന്ന് കാണാൻ പറ്റുന്ന കാര്യമുണ്ട്. ബൊണോബോയുടെ ലോകം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അവർ ഒരു വീടിനകത്ത് ഒരു കുടുംബത്തിനകത്തൊക്കെ നമ്മൾ ഒരു എന്താണ് ക്യാമറ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീട്ടിൽ പെരുമാറുന്ന പോലെ കുട്ടികൾ വഴക്ക് പറയുന്നതും വല്യമ്മമാർ തമ്മിലെന്ന് കാര്യം പറയുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ബൊണോബോസ് അവരുടെ ഇടയ്ക്ക് ഫൈറ്റ് ഇല്ല, അത് വേറെയാണ്. അത് ആ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു സമയത്ത് നമുക്ക് കൊണ്ടുവരാം. അങ്ങനത്തെ ഒരു സവിശേഷത അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് നല്ല അകലത്തിലാണെന്നും പറയേണ്ട ഒരു സ്ഥലമുണ്ട്. കുറെ പഠിക്കാൻ അത് അവരുടെ മുന്നിൽ നമ്മൾ പുറകിലായിപ്പോ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ക്രോണോളജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ മനുഷ്യൻ്റെ ലോകത്തേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ഇന്നും നമ്മൾ മറ്റുള്ള ഒന്നിനേക്കാളും വലിയ കണ്ടുപിടുത്തമാണ് തീ ഉപയോഗിക്കാൻ പഠിച്ചു എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യപ്രകാരം തീ ഉണ്ടാക്കി ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നവരായി മാറിയതാണ്. നമ്മൾ ഈ പറയുന്ന ഹോമോസാപ്പിയന് മുമ്പ് നടന്നത്. അതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ആരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളല്ല, വേറെ ഹോമോ വർഗത്തിൽ വരുന്ന ഒരു കൂട്ടരാണ് അത് കണ്ടുപിടിച്ചത്. തീനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ആ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചവരുടെ ആരുടെയും പേര് എഡിസൻ്റെ പേരിൻ്റെ കൂട്ടത്തിലൊന്നും നമുക്കില്ല. ഇത് നമ്മൾ അറിയണം. ആ കണ്ടുപിടിച്ച് ഭക്ഷണം നമുക്ക് അതുവരെ ദഹിക്കാതിരിക്കുന്ന എല്ലാ ഭക്ഷണവും ദഹിപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതോടെയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ സ്പീഡിലായി മാറും. അല്ലെങ്കിൽ ദഹനത്തിന് തന്നെ എനർജി മിക്കവാറും. മറ്റേതൊക്കെ നമ്മൾ ഈ പച്ചയിറച്ചിയൊക്കെ ഇങ്ങനെ ചവച്ച് പല്ല് പോവുകയും ഈ പല്ലെന്ന് പറയുന്ന കോമ്പല്ലില്ലാതായി പോയിട്ട് തന്നെ നമുക്ക് ഒത്തിരി നാളായി. അത് നമ്മൾ ഈ വേവിച്ച് തിന്നുന്ന വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ വരുന്നത് കാരണം കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പയറില്ലേ, പച്ചപ്പയർ,
പച്ചപ്പയറിൻ്റെ തൊലി അത് സ്റ്റീം ചെയ്യാതെ നമ്മൾ തിന്നുവാണെങ്കിൽ ദഹിക്കില്ല. സെല്ലുലോസ് അത് വയറിനകത്ത് പോയി. കാരണം അത് ഈ തടി ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകുന്ന സാധനമാണ്. അത് ദഹിപ്പിക്കാനുള്ള സാധനം നമ്മുടെ പശുവിനൊക്കെ ഉണ്ട്. പശുവിനുണ്ട്. പശുവിന് പുല്ല് തിന്നാം. അങ്ങനെ പുല്ല് തിന്നാൽ അതിനെ അയവിറക്കി എന്ന് പറഞ്ഞാൽ അതിന് 4 അറയൊക്കെ ഉള്ള കുടലും. അല്ല, ഇത് ഇപ്പോൾ ഈ വെജിറ്റേറിയനിസം എന്നൊക്കെ പറയുന്ന സമയത്ത് വേറെ വിഷയമാണ്. എന്നാലും പറയും സെല്ലുലോസ്, അല്ല, അത് ഞാൻ പറഞ്ഞല്ലേ, ആ വിഷയത്തിലല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അല്ല. ഈവൻ ഈ ക്ലോറോഫില്ലും മനുഷ്യനെ ദഹിപ്പിക്കാനുള്ള അത് ഈ ദഹന പ്രക്രിയയെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിലൊന്നാണ് തീ ഉപയോഗിക്കുക. വേവിച്ച് കഴിക്കാം. അപ്പം വേവിച്ച് നമ്മൾ ആളുകളിങ്ങനെ അമ്പലത്തിലുമൊക്കെ ആരാധിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ കൈകൂപ്പേണ്ടത് ഓരോ അടുക്കളയെയും നോക്കിയാണ്. കാരണം അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ മറ്റ് ജീവികളിൽ നിന്ന് സവിശേഷമായി നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായകരമായ കണ്ടുപിടുത്തം നടന്നത്. അതായത് വേവിച്ച് കഴിക്കുന്നതോടുകൂടി അത്രയ്ക്ക് എനർജി ദഹിപ്പിക്കാൻ നമുക്ക് അതുവരെ ദഹിക്കാത്തത്, അതുവരെ നമുക്ക് ഭക്ഷണമാക്കാൻ കഴിയാതിരുന്നത്, അതെല്ലാം ഭക്ഷണമായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് വലിയ കടുത്ത കോമ്പലില്ലാതെ ഈ മൃഗങ്ങളെയെല്ലാം തിന്നുന്നിടത്ത് നമുക്ക് എത്താൻ ചുട്ട് തിന്നാൻ പറ്റുന്നിടത്തേക്ക് നമ്മൾ മാറിയതാണ്. അത് തീ നമ്മുടെ എന്താ പറയണ്ടത് വരുതിയിൽ. അതുകൊണ്ടാണ് ഗ്രീക്കുകാർ പ്രൊമത്തിയൂസിൻ്റെ കഥ പറഞ്ഞിട്ട് തീ കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നത്. ആ കഥയൊക്കെ ഉണ്ടാകുന്നത് ഇതൊരു വലിയ സംഭവമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് അത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തത്തിന് ശേഷമാണ് നമുക്ക് ഭക്ഷണം സുലഭമായി മാറുന്നത്. നമ്മൾ ഇപ്പം മനുഷ്യനെ കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 20 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ ഇലകളെല്ലാം തിന്നുന്ന പാർട്ടികൾ. പശു അത് കഴിഞ്ഞിട്ട് പിന്നെ അയവിറക്കിയും കൂടെ ചെയ്തിട്ട് വേണം അവർക്കത് ചെയ്യാനായിട്ട്. ഉണരുമ്പോഴെല്ലാം തിന്നു തുടങ്ങും. അങ്ങനത്തെ ജീവിയാണ്. അതേ സമയത്ത് അതിനെയെല്ലാം തിന്നാൽ മതി എന്ന് കണ്ടുപിടിച്ചതോടെ കിടന്നുറങ്ങി നല്ല ലെഷറുള്ള ജീവിയായിട്ട് മാറുന്നതാണ് ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്. അത് ആ ഏരിയയ്ക്കകത്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം മാനൊക്കെ കടുവായിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് എപ്പോഴും. അല്ലാതെ പരമാവധി കണ്ടുപിടിച്ചത് ഒരു 2 ഉപയോഗശൂന്യമായ കൊമ്പാണ്. അതൊക്കെ തന്നെ കഷ്ടിച്ച് ഉപയോഗിക്കാം എന്നുള്ളതല്ല. അത് തന്നെ ആണുങ്ങൾ തമ്മിൽ ഗുസ്തി പിടിക്കാനും കൂത്താനും വേണ്ടിയാണ് അത് ഉണ്ടാക്കിയത്. അത് ഈ കടുവായെ കുത്താമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ വല്ലപ്പോഴും ഒരു കുത്തു കൊടുക്കാമെന്നുള്ളതല്ലാതെ ഓടിച്ചിട്ട് കുത്താനായിട്ട് പറ്റാത്തടുത്താണ്. കടുവയ്ക്ക് അത്ര ഭീഷണിയുള്ളൊരു സാധനം അല്ല അത്. അതേസമയത്ത് 2 മാന് തമ്മിൽ കുത്തുന്നതിനടുത്താണ് അത് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ തമ്മിലുള്ള ഗുസ്തി പിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. അത് ശത്രുക്കൾക്കെതിരായിട്ട് അല്പം ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം മനുഷ്യർ ഈ തീ കണ്ടുപിടിച്ച് ഈ ജീവികളെ എല്ലാം നമുക്ക് വേവിച്ച് തിന്നാൻ പറ്റൂ എന്ന് പറയുന്ന വലിയൊരു നീണ്ട ചരിത്രം കൊണ്ടാണ് ശരീരത്തിന് എനർജി വളരെയധികം റിലീസ് ചെയ്ത് കിട്ടി നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ച ഒരു വലിയ കാര്യമാണ്. ഇതാണ് നമുക്ക് മനുഷ്യത്തിനകത്ത് ആദ്യമായിട്ട് കാണേണ്ടത്. ശരിക്കും ഇയാൾ ആ വാക്ക് വിപ്ലവകരമായ മാറ്റം എന്നൊക്കെ നമുക്ക് പറയുന്നത് റെവല്യൂഷണറി ആയിട്ടുള്ള പരിണാമത്തിലൊരു സാധനമാണ് ആ തീ കണ്ടുപിടിക്കുക. തീ കണ്ടുപിടിക്കുകയല്ല, നമുക്ക് അനുകൂലമായി കഴിയുന്ന നിലവാരത്തിൽ നമ്മളുടെ ആവശ്യപ്രകാരം അതിനെ ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്ന ആ ഒരു മെക്കാനിസം. 2 പാറ എടുത്ത് ഉരച്ച് തീ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് ഒരു ഭയങ്കര കണ്ടുപിടുത്തം. ഈ കണ്ടുപിടുത്തം കൊണ്ടാണ് മറ്റേതങ്ങനെ തീയിൽ വീണ് കാട്ടുതീ വല്ലപ്പോഴും വീഴും. ആ വീഴുന്ന സാധനത്തിനകത്തു നിന്ന് ഒരു ഇറച്ചി തിന്നാനായിട്ട് എടുക്കുന്നത് പോലല്ല. കരിഞ്ഞു പോകും. ഏത് എണ്ണത്തിനെയും നമ്മൾ പിടിച്ചാൽ നമ്മൾ ചുട്ട് തിന്നും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുന്നതോടെ നമ്മുടെ ജീവന് ഭയങ്കരമായ ഒരു മാറ്റം. നമ്മൾ പലതരത്തിലുള്ള ലെഷറുള്ള ജീവിയായിട്ട് മാറുന്ന അങ്ങനെയാണ്. പക്ഷേ ഈ കാട്ടുതീയിൽ വെന്ത ഇറച്ചി തിന്നതിൻ്റെ അനുഭവത്തിൽ നിന്നാവാം അങ്ങനത്തെ ഐഡിയ അങ്ങനെ ഉണ്ടാകുന്നത്. അതിനൊന്നും ഒരു സംശയം വേണ്ട. അല്ലാതെ ആദ്യം അത് അങ്ങനെ തിന്നാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു രീതിയിൽ വരില്ല. അപ്പം അത് കിടക്കുമ്പോൾ നല്ല
എന്താണ് ഈ ദാരിദ്ര്യം ഉണ്ടായ ദിവസം ഇതിങ്ങനെ കിടക്കുന്ന കണ്ട് മറ്റേതെങ്കിൽ നമ്മൾ ശവം തിന്നുന്ന ജീവിയല്ല. ഓരോ സ്പെഷ്യലൈസേഷൻ ജീവികൾക്കുള്ളതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ അതുകൊണ്ട് അത് നല്ലോണം പാടുപെട്ടപ്പം വിഷമിച്ചപ്പോൾ ഇത് തിന്ന് നോക്കാം എന്ന് നോക്കുമ്പം വിചാരിക്കുന്ന പോലെ അല്ലാതെ ഭയങ്കര എളുപ്പത്തിൽ, മാത്രമല്ല ഈ തോലിതിൻ്റെ മാറ്റാൻ എളുപ്പമാണ് വെന്ത് കഴിഞ്ഞാൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെ ഈ പരന്നത് പാറയുടെ ചീള് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കീറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന സാധനം ആയിരുന്നു ഈ തീയുടെ കൂടെ ഏറ്റവും വലിയ ഒരു ഉപകരണമായിട്ട് നമ്മൾ മാറ്റുന്നത് ഈ ചീളുണ്ടാകുന്നതാണ്. അപ്പോൾ ചീള് എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നതായിരുന്നു ആദ്യകാലത്ത്. നമ്മളിപ്പോൾ ഈ ടൂൾസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാം, ലക്ഷക്കണക്കിന് വർഷം ഒരേപോലത്തെ കല്ല് ഉപയോഗിച്ചതാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ മുകളിൽ ഒരു പണിയെടുത്തിട്ടില്ല, അതായത് അതിന് മൂർച്ച കൂട്ടുന്ന ഒരു പണിയെടുക്കാതെ ഇരുന്ന എന്ന് പറഞ്ഞാൽ കിട്ടിയ കല്ല് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. കിട്ടിയ കല്ല് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, അതുപോലെ ഇപ്പോൾ നമ്മൾ കുരങ്ങ് ഒരു വടിയെടുത്ത് അടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിൽ പോലത്തെ ഒരു വടിയെടുത്ത് ഈ ചെതൽപ്പുറ്റിനകത്ത് കുത്തിയിട്ട് ചെതൽ അതിനെ കടിച്ചിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ എടുത്തിട്ട് അതിനെ തിന്നും. ഇത് ഉപകരണം ഉപയോഗിക്കുന്നതാണ്. ഒരു കാക്ക ചെയ്യും, റാവൻ എന്ന് വിളിക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള കിളികളുണ്ട്. അവരെല്ലാവരും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ ചില പരുന്ത് പോലത്തെ ഒരു കിളിയുണ്ട്, അതൊരു ഈ നട്ട്, പൊട്ടാത്ത നട്ട് എടുത്തുകൊണ്ട് പോയി മുകളിൽ കൊണ്ടുപോയിട്ട് പാറയിലിടും, ഇട്ട് പൊട്ടിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പം മനുഷ്യനെ പോലെ ഇൻ്റലിജൻ്റായ ഒരു ഏരിയ ആ ജീവികൾക്കുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു കല്ല് ഉരച്ച് അതിന് വായ്ത്തല എന്ന് പറയുന്ന അതിന് മൂർച്ചയേറിയ ഭാഗം അതിന് വായ്ത്തല എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. മലയാളം അതാണ് മൂർച്ച കൂട്ടുന്നത്. എന്നിട്ട് ഈ പിച്ചാത്തിയുടെ വാവശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല, അങ്ങനെയാണ് വായ്ത്തല എന്ന് പറയുന്നത്. അത് രാഗി മൂർച്ച കൂട്ടുക എന്ന് പറയുന്ന വാക്കുണ്ട്. അപ്പോൾ ആ വാക്കൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ, കാരണം ആരും അതൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് ആ വാക്കുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ രാഗി ഉരച്ച് മറ്റൊരു പാറയിൽ ഉരച്ച് ഇതിന് ഷാർപ്പ്നെസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മൂർച്ച കൂട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ തുടങ്ങുന്നതാണ് ഈ തീ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നും. അതായത് ഉപകരണം നമ്മൾ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. ഉപകരണം നമുക്ക് ഉപയോഗിക്കാൻ കൂടുതൽ അനുകൂലമാക്കി, കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗിക്കാനുള്ള മാറ്റം അതിന് വരുത്തുക എന്ന് പറയുന്നത്. ആ ഒരു പ്രക്രിയ ആരംഭിക്കുന്നതാണ് വലിയ. അപ്പോഴാണ് നമ്മുടെ ഈ ഒപ്പോസിങ് തമ്പ് എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത്, കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പം ഈ വിരൽ ഇങ്ങനെ അപ്പോൾ അങ്ങനെ പിടിക്കാൻ പറ്റുന്ന, ഇപ്പം അത് കുരങ്ങിനകത്ത് തന്നെ, ആൾക്കുരങ്ങിനകത്ത് തന്നെ ഈ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പോസിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തെ പിടിക്കാനും കയറാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറുന്നതുണ്ട്. പക്ഷെ കാലിനകത്ത് നമുക്ക് അത് തന്നെ നമ്മുടെ കൈയാണ് നമ്മൾ കൂടുതൽ ഉപയോഗപ്രദമാക്കി മാറ്റിയത്. കാലിൻ്റെ വിരലുകൾ അങ്ങനെ തന്നെ. അതേ സമയത്ത് കുരങ്ങൻ്റെ കാലിലൊക്കെ നോക്കുകയാണെങ്കിൽ കാലുകൊണ്ടും പിടിക്കും, അതിന് കാലുകൊണ്ടും പിടിക്കാൻ പറ്റുന്ന സ്ഥലത്തുണ്ട്. അപ്പം ചില കഴിവുകൾ നഷ്ടപ്പെടുത്തി ചില കഴിവുകൾ നമ്മൾ എടുത്ത, അപ്പോൾ പരിണാമം എന്ന് പറഞ്ഞാൽ കഴിവുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് ധരിച്ചിരിക്കരുത്. പല കഴിവുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും പുതിയ രീതിയിലുള്ള കഴിവുകൾ സമ്പാദിക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൈ ഉപയോഗിക്കാനായിട്ട് നമ്മൾ മാറ്റുമ്പോൾ ഒരു കുരങ്ങിന് മരത്തെ കയറുന്ന സ്പീഡിൽ കയറാൻ പറ്റാത്തവരായിട്ട് നമ്മൾ മാറുമെന്ന് അറിയണം. കാലിന് ആ സ്വാധീനം നഷ്ടപ്പെടുകയും കാല് നമ്മൾ ഉയർന്ന് നടക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് മരത്തെ കയറുന്നത് പോലെ ഇരുന്നാൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി ആ മോഡിഫിക്കേഷൻ കാലിന് സംഭവിക്കുന്ന സമയത്ത് മരത്തെ കയറുന്നത് എളുപ്പമല്ലാതായി മാറും. അപ്പോൾ കഴിവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു കഴിവ് സമ്പാദിക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളെ കൂടെ ഈ എവല്യൂഷണറി ആയിട്ട് ഈ ജീവിതം മാറുമ്പോൾ
ചില രീതികൾ രൂപപ്പെടുമ്പോൾ ഒരു പ്രദേശത്തിന് വരുന്ന വലിയ മാറ്റങ്ങൾ അവിടെ ജീവിക്കുന്ന ജീവികളിൽ ഇതുപോലുള്ള അതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും രസകരമല്ല, ഭയങ്കര അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മനുഷ്യൻ്റെ തല വലുതാവുകയും അത് അല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് തല വലുതാവുകയും അത് ശരീരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതിരിക്കുകയും. അപ്പോൾ അതാണ് വേറെ ഇപ്പം ഇയാൾ ഈ പറയുന്ന കാര്യമാണ് നമുക്ക് ഇതിനകത്തൊന്ന് ഒന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഈ കഴിവുകൾ നഷ്ടപ്പെടുത്തി ഇപ്പം നമുക്കറിയാവുന്ന കുഞ്ഞുങ്ങളെല്ലാം എടുത്താൽ ഇപ്പോൾ ഒരു ആമക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു മുതലയുടെ കുഞ്ഞ് അത് പുറത്തിറങ്ങിയാൽ പൂർണ്ണമായ ഒരു മൃഗമാണ്. അതിൻ്റെ പാരൻസ് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അങ്ങനെ തന്നെ ആകെ അത് വളരുന്നു എന്ന് പറയുന്നത് വലിപ്പം വയ്ക്കണമെന്ന് ലൈംഗിക മെച്യൂരിറ്റിയിൽ എത്തിച്ചേരുന്ന മാത്രം. സെക്ഷുവലി എന്ന് പറഞ്ഞാൽ ലൈംഗികമായി പ്രായപൂർത്തിയാകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ഇറങ്ങി ആ മുട്ടയെന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതിന് സകല പൂർണ്ണ വളർച്ചയായിട്ടാണ് മറ്റുള്ള എല്ലാ അറിവും എന്ന് പറഞ്ഞാൽ വെള്ളം എവിടെയാണ് ഉള്ളതെന്നും മുകളിലുള്ള പരുന്ത് പിടിക്കാൻ വന്നാൽ എങ്ങോട്ട് ഓടണമെന്നൊക്കെ അറിയുന്നതാണ് ആ മുട്ടയ്ക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഈ പാർട്ടിക്ക്. അതാണ് ഒരു സ്ഥലം. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞല്ല ഈ മനുഷ്യക്കുഞ്ഞിൻ്റെ ലോകത്തോട്ടൊക്കെ വരുന്നത്. പക്ഷേ ഈ വിഷയത്തിന് മുമ്പ് നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഈ തരത്തിലുള്ള ഒരു ഏരിയ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടോട്ട് വരാം. ഇപ്പം ആമക്കുഞ്ഞിനെയും മുതലക്കുഞ്ഞിനെയും പറയുമ്പോൾ അതിനൊന്നിനും തന്നെ അച്ഛനും അമ്മ എന്ന് പറയുന്ന ജീവികൾ അതിനുണ്ട് എന്ന് അവർക്കറിഞ്ഞൂടാ. നമ്മൾ ഈ പറഞ്ഞ പാരൻറ്റിങ് എന്നുള്ളൊരു സംഭവമേ ഇല്ല. മുട്ടയിട്ട് അവരവരുടെ വഴി നോക്കിപ്പോയി. പക്ഷേ അതിനകത്ത് അവരുടെ തൊട്ട് ആ മുതലക്കുഞ്ഞുങ്ങളുടെ ഇടയിലെ ഒരു മുതല വിഭാഗം ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയാൽ വായിക്കാത്ത കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കാണാനൊക്കുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാവർക്കും ഇല്ല, ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കാണേണ്ടതുണ്ട്. ഇനി നമ്മൾക്ക് മീനിനകത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുട്ടയിട്ടിട്ട് അങ്ങ് പോകുന്നവർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ സാൽമനൊക്കെ എന്ന് പറയുന്നത് മുട്ടയിട്ട് അങ്ങ് മരിച്ചു പോവുക. കുഞ്ഞിനെ വളർത്തുന്നതിനെ പറ്റിയുള്ളൊരു സംഭവമില്ല. അതേ സമയത്ത് മീനിൻ്റെ വർഗ്ഗത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കുഞ്ഞുങ്ങളുമായിട്ട് രണ്ടുപേര് ചേർന്ന് കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നത് കാണാനൊക്കുന്നവരുണ്ട്. അതിനകത്ത് കരിമീനൊക്കെ എടുത്താൽ മതി, രണ്ടുപേര് കൊണ്ട് നടക്കുന്നതാണ്. ബ്രാലിൻ്റെ ഇതിൽ എനിക്ക് ഒരാളെ ഉണ്ടാവുള്ളൂ, രണ്ടുപേരുണ്ടാവും. രണ്ടെണ്ണത്തിനെ ഞാൻ പിടിച്ചിട്ടുള്ള ഒരാൾ. അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നിന് വലിപ്പം കൂടുതലും ഒന്നിന് വലിപ്പം കുറവായിരിക്കും. ആണുങ്ങൾക്ക് വലിപ്പം കുറവാണ് എപ്പോഴും, അമ്മയ്ക്കാണ് അവിടെ വലിപ്പം കൂടുതൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ത്രെട്ട് അനുഭവിച്ച ഉടനെ ഈ കുഞ്ഞുങ്ങൾ മൊത്തം ഈ ഇതിൻ്റെ കൂടെ വായിൽ നമ്മളിതിനെ അവരൊന്നിച്ച് നിൽക്കുന്ന അതൊക്കെ ഇതുപോലെ അറിയേണ്ടതാണ്. അപ്പം പേരൻറ്റിങ് എന്ന് പറയുന്നത് ആരംഭിച്ചു തുടങ്ങിയത് ഈ മീനിൻ്റെ വർഗത്തിനകത്തും അതുപോലെ തന്നെ ഈ മുതലയുടെ ഒരു വിഭാഗത്തിനകത്തുമൊക്കെ കുറേശ്ശെ ആരംഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് മറ്റേ മുട്ട വാങ്ങുന്നത് ഉദരത്തിലോട്ട് തന്നെ മേടിക്കുന്ന സീ ഹോഴ്സ്, കടൽക്കുതിര എന്ന് പറയുന്നത്. അത് പുരുഷനാണ് അവിടെ ആ കുഞ്ഞിനെ മുഴുവൻ നോക്കുന്നത്. പുരുഷൻ കുഞ്ഞിനെ നോക്കുന്നത് കുഞ്ഞുങ്ങളോട് സ്നേഹം കൊണ്ട് മൂത്തട്ടാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഞാനാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി മുട്ട മേടിച്ചതാണെന്ന് മറന്നു പോരുത്. വേറൊരാൾക്ക് കൊടുക്കാതെ അതിൻ്റെ മുഴുവൻ അച്ഛൻ ഞാനാകും എന്ന് പറയുന്ന എൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആ പണിയെടുത്തതെന്ന് നമ്മൾ കാണുന്നത്. കുഞ്ഞിൻ്റെ അടുത്ത് അവസാനം ഇയാളായി പോയി എന്നുള്ളത്. അത് അല്ല, ഇയാളായി പോകുന്നതല്ല, അതാണ് അതിൻ്റെ വികസിപ്പിച്ച ടെക്നോളജി. ഈ മുട്ട നേരത്തെ എൻ്റെ ഉദരത്തിൽ പിടിച്ചാൽ അവിടെ തന്നെ എനിക്ക് എല്ലാ ബീജവും ഇടാൻ പറ്റും, എൻ്റെ തന്നെ കുഞ്ഞുങ്ങൾ തന്നെയാണെന്ന് ഉറപ്പാക്കാനായിട്ട് ഈ മുട്ട ഇട്ടിട്ട് പാർട്ടി അതുവഴി അങ്ങ് പോകത്തേ ഉള്ളൂ.
അല്ലാതെ ഈ കൊച്ചുങ്ങളെ വളർത്തുന്ന അപ്പൊ സ്ത്രീകളാണ് കൊച്ചുങ്ങളെ വളർത്തേണ്ടതെന്ന് പറയുന്നത് ഈ ഇതിനകത്ത് നോക്കിയാൽ അപ്പൊ നമ്മളിങ്ങനെ അതെന്താ ഇപ്പൊ ഇങ്ങനെ എന്നുള്ള സ്ത്രീകൾക്കൊരു മാതൃഭാവം ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചകമൊക്കെ അടിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് ഈ പാർട്ടിയെ കാണുമ്പോൾ തിരിച്ചറിയാം. അപ്പോഴാണ് നമ്മൾ എവല്യൂഷൻ യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ഏത് സാഹചര്യത്തിലും ഏത് കാര്യത്തിനകത്തും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വ്യത്യസ്തതകളോടെ പല രീതിയിൽ ജീവിക്കാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ശരിയായ ജീവിതവും തെറ്റായ ജീവിതവും എന്ന് പറഞ്ഞ സംഭവമില്ല. ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ മൂല്യങ്ങളാണെന്ന് ഞാൻ ഈ കൂട്ടത്തിലൊന്ന് പറയുകയാണ്. അല്ലാതെ അങ്ങനത്തെ ജീവിച്ചിരിക്കുകയും ജീവൻ തുടരുകയും ചെയ്യുന്നതാണ് ജീവൻ്റെ മൂല്യം. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം എവല്യൂഷൻ പഠിക്കാൻ. അപ്പോഴാണ് നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യപ്പെടുന്നതെന്ന്. കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള മത്സരങ്ങളുടേതായ ലോകത്ത് ജീവിച്ചിരിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന പണികളിനകത്ത് ആഹാരം തേടുന്നതിന് വേണ്ടി കാണിക്കേണ്ട തന്ത്രങ്ങൾ ഇതെല്ലാമാണ് ഈ വ്യത്യാസങ്ങൾ ആയിട്ട് മാറുന്നത്. പലതരത്തിൽ കഴിവുകൾ വികസിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയും ലൈംഗികമായിട്ട് തൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനുമൊക്കെ വേണ്ടി ആവിഷ്കരിച്ച തന്ത്രങ്ങളുടെ ശൃംഖലയാണ് ജീവനിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടാക്കിയെടുത്തത്. അത് ജീവൻ്റെ വശത്ത് നിന്ന്. ഇത് മറുവശത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോൾ ഈ തന്ത്രങ്ങൾ തന്നെ നിരന്തരം മാറ്റിപ്പണിതാണ് വീണ്ടും വീണ്ടും വ്യത്യാസങ്ങളുണ്ടായ പുത്തൻ ജീവി വർഗങ്ങളായി മാറുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കരുവണ്ട് ഒരു വശത്ത് നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇവരെല്ലാവരും വ്യത്യസ്തമായി ജീവിക്കുകയല്ല. മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെയാണ് അഡാപ്റ്റേഷൻ. അതേപോലെ തന്നെയാണ് ചുറ്റുപാടിനെ അനുകൂലമായി ഇണക്കുക എന്ന് പറയുന്ന പ്രക്രിയ, ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ഇത് നിരന്തരം ഇപ്പോൾ ഒരു മണ്ണിൻ്റെ സ്ഥലത്ത് പോയി ഒരു മീന് അവിടെ ഊതി ഒരു കുഴിയുണ്ടാക്കി, നല്ല ഒഴുക്കുള്ള വെള്ളമുള്ളതാണ്, അവിടെ ഒരു കുഴിയുണ്ടാക്കി അതിനകത്ത് മുട്ടയിടുമ്പോൾ അനുകൂലമാക്കി മാറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന നിർമ്മാണ പ്രക്രിയ പോലൊരു നിർമ്മാണ പ്രക്രിയ അവിടെ ചെയ്യുന്നുണ്ടെന്ന് കാണണം. കരിമീനെയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. കരിമീനൊക്കെ ഒരു 10-15 കുഴി ഉണ്ടാക്കും. ഈ 15 കുഴി എന്തിനാ ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു കുഴി മതിയല്ലോ മുട്ടയിടാൻ. അങ്ങനെയല്ല, മറ്റുള്ളവർ ഇതിനെ തിന്നാൻ വരുന്നവർക്ക് ഇതിലേത് കുഴിയിലാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും കുഴി ഉണ്ടാക്കുന്നത്. അപ്പോൾ 10-15 കുഴി കാണും. ആ 15 കുഴിക്കകത്ത് ഏതെങ്കിലും ഒരു കുഴി, അപ്പോൾ ഇതിൻ്റെ ഈ 15 കുഴിയുടെ മുകളിലായിരിക്കും ഈ 2 പാർട്ടികളും കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ഈ പുള്ളി കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു കളി കളിക്കും. അപ്പോൾ പുള്ളികളുണ്ടാക്കി മണ്ണുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കൂനകൾ ഉണ്ടാക്കി വെക്കണം, മൂടി വെക്കും. അപ്പോൾ എതിർ പാർട്ടികൾ വന്നിട്ട് എവിടെയൊക്കെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിച്ചത് പ്ലസും കണ്ടുപിടിക്കാതെ നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മൈനസായിട്ട് വരും. അങ്ങനെ അങ്ങനെ ഒരു പുള്ളി കുത്തി കളിക്കുന്ന അതെ, ആ കളി നമ്മൾ ചെയ്തേ പറ്റൂ. ഈ മീനിനല്ല. അതുപോലെയാണ് ഒരു ഇലയുടെ ചെവിട്ടിൽ ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ മുട്ടയിടുന്നത്. എന്തുകൊണ്ടാണ് അത് മേളിൽ വയ്ക്കാത്തത്? എല്ലാവരും കണ്ട് അതിനെ പിടിക്കും, അത് എടുത്ത് തിന്നും. അപ്പോൾ കാണാത്ത സ്ഥലത്ത് വയ്ക്കുക എന്ന് പറയുന്ന തന്ത്രം ആവിഷ്കരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ സമയത്ത് നമ്മൾ ഇപ്പം തവളയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ഈ പത എന്ന് നമ്മൾ പത മാത്രം, പക്ഷേ അതിനകത്താണ് മുട്ടയുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ചെളി വെള്ളത്തിൽ ഇങ്ങനെ പതഞ്ഞിരിക്കണം, പത ഇരിക്കുന്ന പോലെ കാണത്തുള്ളൂ. അപ്പോൾ പത കണ്ടിട്ട് അത് തിന്നാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് മറ്റുള്ളവർക്ക് തോന്നാത്ത തരത്തിലാക്കി കളയും. അല്ലെങ്കിൽ മുട്ട എല്ലാവരും തിന്നും. കാരണം ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ എല്ലാം നമ്മൾ ഒരു ജീവി വളരാനായിട്ടുള്ള സകല ന്യൂട്രീഷനും അതിനകത്ത് സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് അത് തിന്നാൽ എളുപ്പമാണെന്ന് ബാക്കിയുള്ളവരെല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. മുട്ട മൂട്ടിക്കുന്നവരാണ് ഒരുവിധമുള്ള പാർട്ടികൾ മുഴുവനും. നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ട നമ്മുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. കോഴി നമ്മുടേതാണ്, നമുക്ക് വേണ്ടിയാണ് മുട്ടയിടുന്നത് എന്നുള്ള കാര്യം നല്ല മുട്ടക്കോഴി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ലോകത്തിനകത്ത് ഈ വ്യത്യാസങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ആ മുട്ടകൾ ഇടുന്നതിനകത്ത് അതിനെ നോക്കി വിരിഞ്ഞ് സ്വന്തമായി നിൽക്കാൻ പറ്റുന്നിടത്ത് എത്തുന്നത് വരെ നോക്കുന്ന മീൻ തൊട്ട് ഈ
കിളികളിനകത്ത് ഈ കുഞ്ഞുങ്ങളെ, അപ്പോൾ അവിടെ 2 പേര് ചേർന്ന് നോക്കാത്ത സ്ഥലമുണ്ട്, 2 പേര് ചേർന്ന് നോക്കുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് വ്യത്യാസപ്പെട്ട് നമ്മളിത് കാണണം. ഇപ്പോൾ കോഴിയുടെ അകത്ത് പൂവൻകോഴി എപ്പോഴെങ്കിലും കോഴി കുഞ്ഞിനുമായിട്ട് നടക്കത്തില്ല, അത് പിടക്കോഴി മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ അതേ സമയത്ത് വേഴാമ്പലിൻ്റെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലോ, ഈ ഒരു മരത്തേലൊരു ദ്വാരം ഉണ്ടായാൽ ആ ദ്വാരത്തിനകത്ത് കയറി ഈ പെൺവേഴാമ്പൽ ഇരിക്കും. അപ്പോൾ ഈ വാതിൽ തന്നെ ചെളി കൊണ്ട് അടച്ചിട്ടൊരു ദ്വാരം മാത്രം ഉണ്ടാക്കി വയ്ക്കും. ആ ദ്വാരത്തിനകത്തൂടെ ഈ ആൺപക്ഷി പഴങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഭയങ്കര വേറെ ആരുമായിട്ട് ഈ പെണ്ണ് ബന്ധം ഉണ്ടാക്കാതിരിക്കാനാണ് ഈ പണിയാണ് മുഴുവൻ ചെയ്യുന്നത്. നമുക്ക് തോന്നും നമ്മൾ പുരുഷന്മാർ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളെ പൂട്ടിയിടുന്നതെന്ന് തോന്നും. അങ്ങനൊന്നുമല്ല. ആ പാർട്ടി വേറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാകാതെ നോക്കുന്നത് ഒത്തിരി രസമാണ്. നമ്മൾ ഈ കിളികളെ പറ്റിയൊക്കെ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഐലൻഡ് നിറച്ച് 10-20 തരത്തിലെ കിളികളുണ്ട്. അവരെല്ലാവരും അവിടെ മുട്ടയിട്ടിരിക്കുന്നുണ്ട്. മുട്ടയിട്ടിരിക്കുന്ന സമയത്ത് ഇണ ചേരുന്ന ഈ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് മുട്ടയിടാൻ തുടങ്ങിയവരുണ്ട്, ഇണ ചേർന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ മുകളിൽ നിന്ന് എണ്ണിട്ടിട്ട് ഈ ആണെണ്ണ പോയി ഒരു മീനെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേനും ഇവിടെ വേറെ ആൾക്കാരുമായിട്ട് ഇണ ചേർന്ന് കളയും. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഏതെങ്കിലും ഒരു പാറ്റേണിനകത്തൂടെ ജീവൻ്റെ ഇത്തരത്തിലുള്ള വികാസങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. പലതരത്തിൽ അവിടെയാണ് നമ്മൾ ഈ സാഹചര്യവും ജീവനും തമ്മിലുള്ള ഇടപെടലിനകത്ത് എങ്ങനെയാണ് ഈ പരിണാമപരമായ മാറ്റങ്ങൾ വരുന്നതെന്നും വ്യത്യസ്തതകൾ മുഴുവനും എങ്ങനെല്ലാം നേരത്തെ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതായാലും കുഞ്ഞിനെ നിലനിർത്തുന്നതിനായാലും ഒക്കെ ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ കഥയാണ് ചരിത്രം. ജീവൻ്റെ പരിണാമത്തിൻ്റെ കഥയായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഇതൊക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂല്യബോധങ്ങൾ വെച്ചുകൊണ്ട് മര്യാദയില്ലാതാണിത് അങ്ങനെ പെരുമാറിയത്, അയാൾ ഭക്ഷണം എടുക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ വ്യത്യസ്തതകൾ ഉള്ളിടത്ത് മാത്രമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു കാതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 പേര് ഇണ ചേർന്ന് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ, നിലനിൽക്കാനുള്ള സാധ്യതകൾ സങ്കീർണമായി പല സാധ്യതകളും അവിടെ നിൽക്കുമ്പോൾ തന്നെയും ഒരു മൈക്രോബ്, വളരെ സൂക്ഷ്മജീവികൾ ആ കുഞ്ഞുങ്ങളെ മുഴുവനും അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുള്ളത് വന്നെന്ന് വരും. അപ്പോൾ വ്യത്യസ്തമായ ജനിതകമായ കൂടിച്ചേരലുണ്ടെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ നിലനിൽക്കും. ഈ മൈക്രോബിനെ മറികടക്കാൻ എല്ലാ മൈക്രോബ്സിനും എല്ലാവരെയും കൊല്ലാനൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ വസൂരിയുടെ ഒക്കെ കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊതുവിൽ പകരുന്ന രോഗമായാലും അത് എല്ലാവരെയും പിടിക്കുന്നത് പോലെ ആയിരിക്കും അത് ആദ്യം വരുന്നത്. ആ വരുമ്പോഴും അതിനകത്ത് ഇതിനെ എതിർക്കാൻ കഴിവുള്ള കുറച്ച് പേരുണ്ടാകും. അവരുടെ മക്കളാണ് പിന്നെ തുടരുന്നത്. അതോടെ പിന്നെ ആ മൈക്രോബിന് പിന്നെ നമ്മളെ പിടിക്കാൻ കഴിയാത്തതായിട്ട് മാറും. അതിന് റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ഇതേപോലുള്ള കാര്യം വേണ്ടി വരും. അത് ഈ പുരുഷനില്ലാതെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പല്ലിയുണ്ട്. ആ പല്ലിക്കകത്ത് അത് മുഴുവനും സ്ത്രീകളാണ്. അപ്പോൾ ഒരുപാടുമില്ല, എല്ലാവരും മുട്ടയിട്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും, ഒരു പ്രശ്നവുമില്ല. പുരുഷൻ എന്ന് പറയുന്ന മെക്കാനിസമേ ഇല്ല. പക്ഷേ ഒരു ബാക്ടീരിയ വന്ന് ഇവനെ ഇൻഫെക്റ്റ് ചെയ്യാൻ പോയാൽ ഇവർ മുഴുവൻ പെരിഞ്ഞു. അതായത് ഈ 2 പേരുടെ 2 ജനിതകം ചേരുന്ന സമയത്ത് മൂന്നാമത് സവിശേഷത ഉണ്ടാകുന്ന സാധ്യത, ആ സവിശേഷ സാധ്യതയാണ് 2 പേര് തമ്മിൽ ചേരുന്നതിനേക്കാളും പലരുമായി ബന്ധമുണ്ടാക്കിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ലൈംഗികമായിട്ടുള്ള ലോകത്തിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യോനി, അത് മനുഷ്യരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, യോനിയുള്ള എല്ലാ ജീവികളിലും ആ യോനിയിലുള്ള ഹോർമോൺസ് സാധനങ്ങളൊക്കെ
മറ്റ് പിന്നെ ബീജങ്ങളെ സ്വീകരിക്കുന്നതിനും സഹായിക്കുന്നതുമായ സാധനം കൊണ്ട് ഉപദ്രവിക്കുന്നതുകൊണ്ട് ബീജങ്ങളെ അകറ്റിക്കളയുന്ന അല്ലെങ്കിൽ ചില കൊന്നുകളയുന്ന. ബീജം വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കഴിവ് അവിടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുമെല്ലാം നമ്മൾ ഇതുപോലെ പഠിച്ചേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു എബിലിറ്റി വന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ മൊണോഗമി എന്നൊക്കെ പറയുന്ന വാക്കുകളൊന്നും കൊണ്ട് ഇത് പരിഹരിക്കത്തേ ഇല്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിനെ പറ്റിയും ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സവിശേഷമായ അറിവുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് അകത്താണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ മോറലിസ്റ്റിക് ആയിട്ട് ശരി തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ജീവൻ. അങ്ങനല്ല അതൊക്കെ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നമ്മൾ അല്ലാതെ മനസ്സിലാക്കിയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്നുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളൊക്കെ ആയിട്ട് വേണം ഈ ഇന്നത്തെ ലോകത്തിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. സമൂഹം എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുക എന്നുള്ള അപ്പോഴാണ് നമ്മൾ നേരത്തെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ എന്നുള്ള നിലവാരത്തിൽ നമ്മൾ തീയെപ്പറ്റി സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ട് ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വരുന്ന സമയത്തും, പക്ഷേ അതേ സമയത്ത് ജീവൻ്റെ പലതരത്തിലുള്ള പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇതുപോലെ നമ്മളൊന്ന് അറിയേണ്ട. പേരൻറ്റിങ് എന്ന് പറയുമ്പം അതുവരെ ഇപ്പം ഞാൻ ആമക്കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ ആമ മുട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതിന് ഇതുവരെയുള്ള സകല ആമകളുടെ അറിവ് അതിനുണ്ട്. ആ അറിവുള്ളത് കാരണം കൊണ്ട് വെള്ളം എവിടെയാണ്, ഈ ചില ആമയാണെങ്കിൽ 1000, 400, 2000, 3000 ഒക്കെ കിലോമീറ്റർ ദൂരെ പോയാൽ മുട്ടയിടുന്നത്. അത് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ നിൽക്കുന്ന ആമക്കുഞ്ഞിന് പുതിയ അറിവെന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തം നിലയിലുണ്ടാക്കുന്ന അറിവല്ലാതെ പേരൻറ്റിങ്ങിൽ കിട്ടുന്നില്ല. പക്ഷെ പേരൻറ്റിങ്ങിൽ എന്താണ് ഈ കിട്ടുന്നത്? സ്വന്തം അനുഭവത്തിനെ മക്കൾക്ക് നേരിട്ട് കൊടുക്കുക എന്ന് പറയുന്ന അറിവാണത്. അപ്പം ജനിതകമായ അറിവ് വരുന്ന ഒരു രീതി അച്ഛനമ്മ പ്രവർത്തനം എന്ന് മലയാളികൾക്ക് ഒരു വാക്കില്ല. നമുക്ക് രക്ഷകർത്താവേ ഉള്ളൂ, രക്ഷകർത്താവ് എന്നുള്ള വാക്കേ ഉള്ളൂ. അച്ഛനമ്മ പ്രവർത്തനം എന്ന് പറയുന്ന പേരൻ്റൽ കെയർ എന്ന് പറയുന്നത്, നമുക്ക് പരിചരണം എന്നുള്ള വാക്കാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ പേരൻറ്റിങ് എന്നുള്ളതിനൊരു മലയാളമില്ല. അപ്പം അതിന് അച്ഛനമ്മമാരുടെ പരിചരണം എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനമ്മമാരുടെ, അപ്പോൾ രണ്ടും കൂടെ ചേർത്ത്, അല്ലാതെ അതിന് രണ്ടും കൂടെ പേരൻറ്റിങ് എന്നുള്ള ഒരു വാക്ക്, രക്ഷിതാക്കൾ എന്നുള്ള വാക്കൊക്കെയാണ് നമ്മൾ എപ്പോഴും എഴുതുന്നത്. രക്ഷിക്കുക എന്ന് പറയുന്നതാണ്. ആ പരിചരണവും കെയറും കൊടുക്കുക എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് വാക്കിനകത്ത് മിസ് ചെയ്യുന്ന ഒന്ന്. മലയാള ഭാഷയിൽ അതില്ല. അപ്പം അച്ഛനമ്മമാർ ചേർന്ന് നടത്തുന്ന പരിചരണത്തിനകത്തൂടെ അവരുടെ സ്വന്തം ജീവാനുഭവങ്ങളും കൂടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം 2 തരത്തിലാണ് അറിവ് വരുന്നത്. ഈ പാരന്റിംഗ് തുടങ്ങി വെച്ച ജീവികളിലെല്ലാം അത് ലഭ്യമാകും. കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെ, അമ്മയുടെ അല്ലെങ്കിൽ പേരന്റിന്റെ ഇൻഫർമേഷനും കൂടി കിട്ടും. അവരുടെ അനുഭവ സമ്പത്തും കൂടെ കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അഡൽട്ടായിരിക്കുന്ന ആളുകളുടെ എണ്ണം. അപ്പോഴാണ് സംഘം എന്ന് പറയുന്നതിനകത്ത് ഉള്ള വ്യത്യാസം. ഇതുപോലൊരു സൂക്ഷ്മമായ വ്യത്യാസമാണ്. അപ്പോൾ വ്യക്തിഗതമായി ഒരു അഡൽട്ട് കൊടുക്കുന്നത് പോലെയല്ല, ഒരു അഡൽട്ടെന്ന് പറയുന്നവരുടെ ഒരു കൂട്ടം, അവർ മറ്റൊരു അഡൽട്ടിനേക്കാളും കൂടുതൽ. അപ്പം നമ്മളെ പോലുള്ള ജീവികൾ, ഇപ്പം മാനായാലും കുരങ്ങായാലും മനുഷ്യനായാലും ഒരു സംഘജീവിയാണ്, കൂട്ടത്തിലാണ് വളരുന്നത്. അപ്പോൾ കൂട്ടത്തിൽ വളരുന്നത് കാരണം കൊണ്ട് പല അഡൽട്ടുകളുടെ പേരൻറ്റിങ് അനുഭവിക്കുന്ന ഒരു വശവും കൂടെ ആഡഡ് ആയിട്ട് വരും. അപ്പോൾ 3 ലെവലിൽ അറിവ് വരും. ജനറ്റിക്കലായിട്ട് വരും, ജനിതകമായി വരുന്ന അറിവ് വരും, പേരൻറ്റിങ്ങിനകത്തൂടെ വരുന്ന അറിവ് വരും, സംഘത്തിനകത്തെ അറിവിനകത്തെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം വികസിപ്പിച്ചതാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. അത് മറ്റ് ജീവികളിനകത്ത് വളരെ ലളിതമായ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് പറയുന്ന മനസ്സിലാക്കുന്ന നിലവാരത്തിൽ ഭാഷ വികസിച്ചിട്ടില്ലാത്ത ഒരു ജീവികളാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ
അറിവ് ട്രാൻസ്ഫർ ചെയ്യുന്ന, അടുത്ത തലമുറയ്ക്ക് അറിവ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനിതകമായി ചെയ്യുക എന്ന് പറയുന്നത് മരം തൊട്ട് ചെടി തൊട്ട് പുഴു തൊട്ട് സകലതിനുമുണ്ട്. പക്ഷേ അവർക്ക് പേരൻറ്റിങ് കുറവായിരുന്നു. ഒരു മരവും അതിൻ്റെ കുഞ്ഞുങ്ങളെ പേരൻ്റ് ചെയ്യാൻ അവർക്ക് പോകാൻ പറ്റത്തില്ല. വിത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അത് ഒരു തെങ്ങയെന്ന് തേങ്ങ വീണ് അത് ഉരുണ്ടുപോയി വെള്ളത്തിൽ വീണ് അവിടുന്ന് ഒഴുകിപ്പോയി ഒരിടത്ത് ഇരുന്ന ആ മറ്റേ അമ്മയും അച്ഛനെന്ന് പറയുന്ന യാതൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് മുഴുവൻ നേരിടേണ്ടി വരും. ഈ പറയുന്നതിനകത്താണ് ഈ ആഡ് ചെയ്ത് വരുന്ന മെക്കാനിസമാണ് അറിവ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്. ജീവിക്കാനുള്ള അറിവ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജനിതകമായ രീതി പേരൻറ്റിങ്ങിനകത്ത് ഒരാൾ ചെയ്യുന്നത്, ഒരു കൂട്ടം ചെയ്യുന്നത്, 3 ലെവലിൽ വരുന്നതിനകത്ത് ഏറ്റവും ഇങ്ങേയറ്റത്തെ വലിയ കണ്ടുപിടുത്തമാണ് ഒരാളുടെ അനുഭവം വാക്കിലാക്കി അവിടുന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. ആളില്ലാതെ തന്നെ ആളില്ലാതെ പറഞ്ഞു വിടാൻ പറ്റും, മറ്റേ ആൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് വിടാൻ പറ്റുന്ന ഭാഷ എന്ന് പറയുന്നത് കാലദേശങ്ങളെ അതിൻ്റെ പരിമിതികളെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് എപ്പോഴാണ് അത് ഏറ്റവും ശക്തമായി മാറിയത്? ഭാഷ എഴുതാനുണ്ടാകുന്ന സമയം തൊട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ഈ പെട്ടെന്ന് ലീപ്പ് വന്നതെന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം അറിഞ്ഞേ പറ്റും. എഴുതി വെക്കാൻ തുടങ്ങി. ഏത് സമയത്തുള്ള ഏത് കാലത്തുള്ള അറിവും ഒരാൾക്ക് ഏത് ദേശത്തുള്ള അറിവും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അത് സംഘത്തിൻ്റെ അറിവ്, ജനിതകമായിട്ടുള്ള അറിവ്, പേരൻറ്റിങ്ങിനകത്തൂടെയുള്ള അറിവ്, ഭാഷ അബ്സ്ട്രാക്റ്റ് ചെയ്ത് എഴുത്ത് ഭാഷയാകുന്ന ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചാണ് ഈ മനുഷ്യനെന്ന് പറയുന്ന ജീവിയുടെ സവിശേഷതയാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. നമ്മൾ ഉയർന്ന ജീവിയാണെന്ന് പഠിപ്പിക്കുകയല്ല, മറക്കരുത്. സർവൈവ് ചെയ്യാൻ എക്യുപ്പ് ചെയ്യാന്നുള്ളതിൽ ഈ ഒരു മെക്കാനിസം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആഡ് ചെയ്തത് കൊണ്ടാണ് ഭാഷയ്ക്കകത്തൂടെ നമുക്ക് പറയുന്ന എന്നാൽ ശബ്ദം ഇപ്പോൾ ഒരു കിളി കരയുന്നത് പോലെ, അല്ലെങ്കിൽ കിളി പാട്ട് പാടുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ ഇപ്പം കടുവ വരുമ്പം അതുങ്ങളെല്ലാം കൂടെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും, സിഗ്നൽ. ആ സിഗ്നൽസ് കൊടുക്കുന്നതിനപ്പുറത്തോട്ട് നമ്മൾ പറയുന്ന ഭാഷയ്ക്ക് അങ്ങനല്ല. ഒരു പ്രദേശത്തുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഈ ശബ്ദം ഇന്നതിനെ കുറിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ സവിശേഷമായി അത് കോമൺ എഗ്രിമെൻ്റ് കൊണ്ടാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് മാത്രമാണ് അത് ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കാക്ക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും കാക്കയെ ഓർമ്മ വരും. അങ്ങനെ ശബ്ദത്തിന് അർത്ഥം കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് ഭാഷയാകുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേഷനുള്ള അതാണ് പരസ്പര സമ്മതപ്രകാരമാണ്. അത് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചേ പറ്റും. ഇപ്പം നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞിനോട് നമ്മളാരും സംസാരിച്ചില്ലെങ്കിൽ അതിനാ ഭാഷ പഠിക്കാൻ പറ്റത്തില്ല. ശബ്ദങ്ങളുണ്ടാക്കും, പക്ഷെ ഭാഷ കിട്ടത്തില്ല. ഏറ്റവും വലിയ തെളിവായിട്ട് ഇപ്പം ഇന്നൊക്കെ പിന്നെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെന്നായി എടുത്തുകൊണ്ട് പോകുന്ന കഥയില്ല. പണ്ടാണെങ്കിൽ ഗ്രാമത്തിൽ നിന്നൊക്കെ ചെന്നായും ഈ കുരങ്ങുമൊക്കെ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി കളയും. എന്നിട്ട് അവരുടെ കൂടെ വളർത്തും. ആ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഭാഷ കിട്ടത്തില്ല. കാരണം 10 വയസ്സിനകത്ത് ഭാഷ പഠിച്ചാലേ ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചാലേ ആ ഭാഷ നമ്മൾക്ക് ബ്രെയിനിൻ്റെ അത് നമ്മൾ പിന്നെ വരാം. അപ്പം ആ നിലവാരത്തിൽ ഭാഷയിലൂടെയും അനുഭവം പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന സംഭവം വന്നതാണ്. ജനിതകമായ അറിവ്, പേരൻറ്റിങ്ങിലൂടെയുള്ള അറിവ്, സംഘത്തിനകത്തൂടെയുള്ള അറിവ്, സംഘത്തിനറിവിനകത്ത് തന്നെ ഭാഷയ്ക്ക് എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനകത്തൂടെ വന്ന അറിവിൻ്റെ ഒരു വലിയ സംഘാതം കൊണ്ടാണ് നമ്മൾ മറ്റ് ജീവികളിൽ നിന്ന് അനുഭവജ്ഞാനത്തിനെ കൂട്ടി വെക്കാനായിട്ട് ജനിതകമായിട്ടുള്ളതും നമുക്കുണ്ട്, പേരൻറ്റിങ്ങിലുള്ളതും നമുക്കുണ്ട്. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ഇത്രയും ജീവികളിൽ നിന്ന് സവിശേഷമായി മനുഷ്യൻ ഇങ്ങനെ ആയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അറിവിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് ഈ 4 രീതിയിൽ ഒന്നിച്ചു വന്നതാണെന്നറിയാം. മനുഷ്യർക്ക് ഇത്രയും ഒരു വ്യത്യാസം അനുഭവിക്കാനുള്ള കാരണം എന്നുള്ളത്